27 നക്ഷത്രമാണ്. ഇതൊക്കെ ആകാശത്തിലുള്ള നക്ഷത്രമണ്ഡലങ്ങളാണ്, കോൺസ്റ്റലേഷൻസാണ്. അങ്ങനെ എല്ലാം പ്രകൃതിയോട് ബന്ധപ്പെടുത്തിയാണ് നമ്മുടെ ചിന്താഗതി മുഴുവനും. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക, പ്രകൃതിയെ ആരാധിച്ചുകൊണ്ട് ആരാധ്യമാണ് പ്രകൃതി എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു യജ്ഞ മനോഭാവം നമ്മുടെ മനസ്സിൽ വളർന്നാൽ എല്ലാം നമുക്ക് അനുകൂലമാവും. അത് മനസ്സിൽ നിന്ന് പോകുമ്പോഴാണ് ഇങ്ങനെ പല വിധത്തിലുള്ള ആപത്തും ദുരന്തവും ഒക്കെ നമ്മെ നേരിടുന്നത്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഈ ഭാരതം എന്ന് പറയുന്ന ഉപഭൂഖണ്ഡത്തിൽ പല വിധത്തിലുള്ള പുണ്യകർമ്മങ്ങളും നടക്കുന്നുണ്ട്. നമ്മൾ ഡിസംബർ 29-ാം തീയതി നടത്താൻ പോകുന്ന വിഷ്ണു സഹസ്രനാമ വിശ്വയജ്ഞ മഹോത്സവത്തെ പറ്റി ചിലർ പറയുകയാണ്, സ്വാമിജി, പല വിധത്തിലും പല ദുഷ്ടപ്രവണതകളും അഴിഞ്ഞാടുന്ന ഈ സമയത്ത് ഇങ്ങനെയുള്ള പുണ്യകർമ്മങ്ങൾ കൊണ്ട് മാത്രമേ നമുക്കൊരു തടയോ ഒരു സംരക്ഷണമോ ഉണ്ടാക്കാൻ പറ്റൂന്ന്. ഇതാണ് ചിലരുടെ അഭിപ്രായം. അപ്പോൾ എനിക്കിത് വായിക്കുമ്പോൾ തോന്നുകയാണ്, കാർത്തിക മാസം, രേവതി നക്ഷത്രം, മൈത്രമുഹൂർത്തം, കൃഷ്ണൻ യാത്ര ആരംഭിച്ചു. ആ സമയത്ത് ശരദൃതു കഴിഞ്ഞു, ഹേമന്തം വന്നിരിക്കുന്നു. സാത്വികയോട് പറയുകയാണ് കൃഷ്ണൻ, രഥാരോപ്യതാം ശംഖ ചക്രം ച ഗദയാ സഹ ഉപാസംഗാശ്ച ശക്തിശ്ച സർവപ്രഹരണാനി ച. അദ്ദേഹം മുമ്പ് നമ്മളോട് പറഞ്ഞുവല്ലോ, ദൈവേ ച മാനുഷേ ചൈവ സംയുക്തം ലോകകാരണം. ദൈവത്തിലും മനുഷ്യരിലും സംയുക്തമായിട്ടാണ് ലോകത്തിലെല്ലാം നടക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ യുധിഷ്ഠിരൻ്റെ ഹിതപ്രകാരം വലിയ ഒരു ദൂതുമായിട്ടാണ് പോകുന്നത് എങ്ങടാ? നല്ല കൂട്ടരുടെ അടുക്കിലേക്കാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അവിടുത്തെ സ്ഥിതിഗതികൾ വളരെ വിശേഷപ്പെട്ടതാണ്. വ്യാസദേവൻ അത് വിവരിക്കുന്നുണ്ട് നമുക്ക് വേണ്ടി. അവിടേക്കാണ് പോണത്. അപ്പോൾ പോകുന്ന സമയത്ത് സാത്വികയോട് പറഞ്ഞു, രഥമാരോപ്യതാം ശംഖ ചക്രം ച ഗദയാ സഖ. ശംഖും ചക്രവും ഗദയും എല്ലാം വേണം. ഇനി എല്ലാ വിധത്തിലുള്ള പ്രഹരണത്തിനും പറ്റിയിട്ടുള്ള അസ്ത്രങ്ങളൊക്കെ അതിൽ വേണം. എന്താ അതിനർത്ഥം? ആ പോകുന്ന സ്ഥലത്ത് എന്തു തന്നെ വന്നാലും അത് നേരിടാൻ നമുക്ക് സാധിക്കണം. രാമായണത്തിൽ വാൽമീകി ഒരു ഹനുമാനെ അവതരിപ്പിക്കുന്നുണ്ട്. ഒറ്റയ്ക്കാണ് പോയത് ഇങ്ങോട്ട് ലങ്കയ്ക്ക്. അവിടേക്ക് ചാടാൻ പിന്നെ ഒരാളും ഒരു വാനരനും ഉണ്ടായിരുന്നില്ല. അവിടെ പോയി അന്തഃപുരം മുഴുവൻ പരിശോധിച്ചു, കണ്ടില്ല, കേട്ടില്ല, കിട്ടിയില്ല. അവസാനം അശോകവനത്തിലാണ് സീത ഇരിക്കുന്നത്. അങ്ങനെ സീത ഇരിക്കുന്നത് കണ്ട് മനസ്സിലാക്കി, ഞാനൊരു വാനരനാ, പെട്ടെന്ന് ഇറങ്ങിപ്പോയാൽ അവർ പേടിക്കില്ലേ എന്ന് വിചാരിച്ച് ബുദ്ധി ഉപയോഗിച്ച് രാമ 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 എന്ന് പറയാൻ തുടങ്ങിയത്രേ. അപ്പോൾ സീതയ്ക്ക് രാമശബ്ദം കേട്ടാൽ അതിലേറെ ഒരു ആശ്വാസമോ സന്തോഷമോ പ്രതീക്ഷയോ ആശയോ ഉണ്ടാവില്ലല്ലോ. അതുതന്നെയാണ്. അത് കഴിഞ്ഞ് വാല് താഴ്ത്തിട്ട് ഇറങ്ങി മോതിരമൊക്കെ കൊടുത്ത് എല്ലാം ശരിയാക്കി എന്നാണ് നമ്മൾ കേൾക്കുന്നത്. അവിടെ ഹനുമാൻ തന്നെയായിരുന്നു. എന്നിട്ട് പെട്ടെന്ന് മടങ്ങി വന്നില്ല. രാവണൻ്റെ അടുത്ത് ഒരു ദൂത് പറയുന്ന പോലെ സംസാരിക്കാൻ വേണ്ടി അവിടെ ചെന്നു. അതാണ് അവിടുത്തെ രംഗം. ഇവിടെ ഇപ്പോൾ കൃഷ്ണൻ പോകുന്ന പോക്ക് അങ്ങനെയല്ല, വളരെ വിശേഷപ്പെട്ട ഒരു സമ്പ്രദായത്തിലാണ്. അത് നടന്നത് എപ്പോഴാണ്? ത്രേതായുഗത്തിലാണ്. ഇപ്പോൾ ദ്വാപരയുഗത്തിൻ്റെ അവസാനമായി. ജനങ്ങളുടെ പ്രകൃതിയും ചിന്താഗതിയും സമ്പ്രദായവും ഒക്കെ മാറിയിരിക്കുന്നു. അവിടെ ഒരു രാവണനാണെങ്കിൽ ഇവിടെ ഇപ്പോൾ 100 1000 രാവണന്മാരാ. അങ്ങനെയുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ സർവപ്രഹരണാനിച്ച. മഹാവിഷ്ണുവിന് 1000 നാമങ്ങളാണ്. ആ നാമങ്ങളിൽ ആദ്യത്തെ നാമം വളരെ വിശേഷപ്പെട്ടതാണ്, അവസാനത്തതോ അതിലും വിശേഷപ്പെട്ടതാണ്. ആദ്യത്തെ നാമം എന്താ? വിശ്വം എന്നാണ്. വിശ്വം വിഷ്ണുർ വഷട്കാരോ. അപ്പോൾ ഭഗവാനെ പറ്റി ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും തോന്നണം, ഓംനി പ്രസൻ്റാണ് ഭഗവാൻ. നമ്മുടെ വിഗ്രഹത്തിലോ പടത്തിലോ അല്ല, പത്മത്തിലോ ഒതുങ്ങിയിരിക്കുന്ന ഒരു ശക്തി വൈഭവമല്ല. എല്ലാ ദിക്കിലും നിറഞ്ഞിരിക്കുന്ന വിശേഷപ്പെട്ട ഒരു വ്യാപകമായ പ്രഭാവമാണെന്ന്. അവസാനത്തതോ സർവപ്രഹരണായുധ. ശ്രീമദ് ഭാഗവതം പറയുമ്പോൾ പറയും, അർത്ഥേഷു അഭിജ്ഞസ്വരാട്ടെന്ന്. എന്ത് നേടിയെടുക്കാനും പറ്റിയ എക്സ്പീഡിയൻസി, അതിനുള്ള മാധ്യമങ്ങളും ഉപകരണങ്ങളും കൗശലങ്ങളും സൂത്രങ്ങളും ആയുധങ്ങളും എല്ലാം കയ്യിലുണ്ടാവുന്നു. ഹിരണ്യകശിപുവിനെ നേരിടണം. അപ്പോഴാണ് സിംഹരൂപത്തിലാണ് വന്നത്. സിംഹത്തിൻ്റെ കയ്യിൽ എന്തുണ്ട്? കയ്യിലുള്ള നഖമുണ്ട്, വായിലുള്ള ദംഷ്ട്രങ്ങളും ഉണ്ട്. ഇത് രണ്ടും കൊണ്ടാണ് ഹിരണ്യകശിപുവിനെ നേരിട്ടത്. എന്താ നരസിംഹമാവാൻ കാരണം?
ഹിരണ്യകശിപുവിൻ്റെ വരത്തിന് മുഴുവനും വരങ്ങൾ അത് മുഴുവനും കവച്ചു വെച്ചുകൊണ്ട് ഒരു പുതിയ സൃഷ്ടി അപ്പോൾ ഉണ്ടായതാണ്. അങ്ങനെ എന്ത് വേണമെങ്കിലും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാനുള്ള ഒരു വൈഭവം മനുഷ്യബുദ്ധിയേക്കാൾ എത്രയോ കൂടുതലാണ് ആ മഹത് പ്രഭാവത്തിന്. എന്തിനാ ഞാനിത് പറഞ്ഞത്? മഹാവിഷ്ണുവിൻ്റെ 1000 നാമത്തിൽ അവസാനത്തെ നാമം സർവപ്രഹരണായുധ എന്നാണ്. ഈ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വഴി എന്താ നമുക്ക് സംഭവിക്കുന്നത്? നമ്മുടെ ശക്തി, മനസ്സാന്നിധ്യം, പ്രഭാവം, കോൺഫിഡൻസ്, ആത്മവിശ്വാസം, ആരുടെ മുഖത്തും നോക്കി സംസാരിക്കാനും കാര്യങ്ങൾ അവതരിപ്പിക്കാനും സാധിക്കും. പേടി എന്നൊന്നും ഉണ്ടാവില്ല. നമുക്ക് മരണം, ദേഹപതനം എല്ലാവർക്കും ഒരിക്കലേ ഉണ്ടാവുള്ളൂ. ഒരു ജനനോ ഒരു മരണമാണ്. ആ മരണത്തിന് മുമ്പിൽ കൊണ്ടുവരാനും പറ്റില്ല, പിൻപിലാക്കാനും പറ്റില്ല. അങ്ങനെ വരുമ്പോൾ എന്തു ചെയ്യണം? നേരിടന്നെ, പേടിക്കാതെ മുമ്പോട്ട് പോകണം. ആരെന്ത് പ്രയോഗിച്ചാലും അതിനെ കവച്ചു വയ്ക്കാനുള്ള ഒരു ആയുധം അപ്പം തന്നെ അങ്ങോട്ട് ഉണ്ടാവും. അല്ല, എല്ലാ പ്രഹരണങ്ങൾക്കും പറ്റിയ ആയുധമാണ് മഹാവിഷ്ണു എന്ന്. അപ്പോൾ വിഷ്ണുവിനെ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് കാര്യം ചെയ്യാൻ പുറപ്പെടുമ്പോഴും സ്വല്പമെങ്കിലും പേടി നിങ്ങൾക്ക് പാടില്ല. ദാ ഇവിടെ പറഞ്ഞിരിക്കുന്നു കൃഷ്ണൻ, ഉപാസംഗാശ്ച ശക്തിയശ്ച സർവപ്രഹരണാനിച. ശംഖ, ചക്രം, ഗദ മുതലായിട്ടുള്ളത് മാത്രമല്ല, ഇനി എന്തെല്ലാം ശത്രുക്കളെ നേരിടാൻ വേണോ അതിന് പ്രഹരണത്തിന് പറ്റിയ എല്ലാ സജ്ജീകരണങ്ങളും രഥത്തിൽ നിറച്ചോളൂ സാത്വികി എന്നാ പറഞ്ഞത്. രഥ ആരോപ്യതാം ശംഖ ചക്രം ച ഗദയാ സഹ ഉപാസംഗാശ്ച ശക്തിയശ്ച സർവപ്രഹരണാനിച. സാത്വികിയുടെ കൂടെ ദാരുകനാണ് സാരഥി. അവരങ്ങോട്ട് കയറിയിട്ട് വലിയ ഒരു ശബ്ദ ഗംഭീരത്തോടു കൂടിയാണ് അത്രേ പുറപ്പെട്ടത്. അപ്പോൾ പോകുന്ന സമയത്ത് യുധിഷ്ഠിരൻ കൃഷ്ണൻ്റെ അടുത്ത് ചെന്ന് പറയുക. എന്താ പറഞ്ഞത്? അസ്മത് കൃതേ ച സതതം യയാ ദുഃഖാനി മാധവ അനുഭൂതാന്യദുഃഖാർഹ താം സ്മ പൃച്ഛേരനാമയം. ഞാൻ ഈ ഭാഗം എന്തിനാ നിങ്ങളുടെ മുൻപിൽ വിവരിക്കണേന്നറിയോ? ഒന്നാമത്, ഭഗവത്ഗീതയുടെ സ്ഥാനം മഹാഭാരതമാണ്. മഹാഭാരതമില്ലാതെ ഭഗവത്ഗീതയില്ല, ഭഗവത്ഗീതയില്ലാതെ മഹാഭാരതവുമില്ല. ആ മഹാഭാരതത്തിൽ ആദ്യമായിട്ട് കൃഷ്ണൻ നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നത് ഭാരതകൃഷ്ണനാണ്. ആ ഭാരതകൃഷ്ണൻ എങ്ങനെയാണ് ഓരോരോ കാര്യങ്ങൾ നിർവഹിച്ചത്, എന്താണ് പറഞ്ഞത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ എവിടുന്നാണ് പുറപ്പെട്ടത്? ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം. ധർമ്മം എന്നൊരു ശക്തിയുണ്ടോ? അതിന് അധർമ്മത്തിന് ചെറുത്ത് നിൽക്കാനും കവച്ചു വയ്ക്കാനും സാധിക്കുമോ എന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ദ്രൗപദിയെ വസ്ത്രാക്ഷേപ സമയത്ത് സഹായിച്ചത്. കൃഷ്ണൻ അറിഞ്ഞുകൊണ്ടോ കൃഷ്ണൻ ചെയ്തതോ അല്ല, ആ ധർമ്മത്തിൻ്റെ ഉള്ളിലുള്ള സൂക്ഷ്മ പ്രഭാവമാണ് സഹായിച്ചത് എന്ന് ഞാൻ പറയുണ്ടായി. അതിനു നിങ്ങളുടെ ഈ വർത്തമാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ യുധിഷ്ഠിരൻ്റെ കൂടെ അദ്ദേഹവുമായി സംസാരിച്ച് അദ്ദേഹം പറയണത് മുഴുവൻ കണക്കിലെടുത്ത് പോകുന്നത് ശത്രുപക്ഷത്തിലേക്കാണ്, അങ്ങയെ പറഞ്ഞയക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി അതിന് തക്ക സന്നാഹങ്ങളോട് കൂടിയിട്ടാണ് കൃഷ്ണൻ പോണത് എന്നുള്ള ആ മനുഷ്യഭാവം നല്ല പോലെ മനസ്സിലാക്കാനും നമ്മുടെ മഹാഭാരതത്തിൻ്റെ പ്രസക്ത ഭാഗം അറിയാനും. അങ്ങനെ യുധിഷ്ഠിരൻ കൃഷ്ണൻ്റെ അടുത്ത് ചെന്ന് അവർ തമ്മിൽ സ്നേഹിതന്മാരാണ്, വളരെ അടുപ്പമുള്ളവരാ, സംസാരിക്കുന്നു. അസ്മത് കൃതേ ച സതതം യയാ ദുഃഖാനി മാധവ അനുഭൂതാന്യദുഃഖാർഹ താം സ്മ പൃച്ഛേരനാമയം. അതേ കൃഷ്ണ, ഞങ്ങളുടെ അമ്മയുണ്ട് അവിടെ, കുന്തിദേവി. ആ കുന്തിദേവിയുടെ അടുക്കലേക്ക് ചെല്ലണം കേട്ടോ, മറക്കരുത്. അവിടെ പോയിട്ട് എന്തു വേണം? അസ്മത് കൃതേ ച സതതം യയാ ദുഃഖാനി മാധവ. അല്ലേ മാധവ, ഞങ്ങൾക്ക് വേണ്ടി ആ അമ്മ എത്ര ദുഃഖം സഹിക്കണത്. ഞങ്ങൾക്ക് പകരം വേറെ വല്ലവരെ ആയിരുന്നു പെറ്റിരുന്നു എന്നുണ്ടെങ്കിൽ, വല്ലവരെയാണ് പെറ്റിരുന്നതെങ്കിൽ ഈ ദുഃഖമൊന്നും അനുഭവിക്കേണ്ടി വരില്ല. അനുഭൂതാന്യദുഃഖാർഹ. ഞങ്ങളുടെ അമ്മ ഇത്രയൊക്കെ ദുഃഖം അനുഭവിക്കേണ്ടവളാണ്. 12 കൊല്ലമാണ് ഞങ്ങൾ കാട്ടിൽ കഴിച്ചു കൂട്ടിയത്. അജ്ഞാതവാസമായിരുന്നു 1 കൊല്ലം. ഈ 13 കൊല്ലക്കാലം തൻ്റെ മക്കളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കണു എന്ന് കേൾക്കുമ്പോൾ ഏതമ്മയ്ക്കാ സന്തോഷത്തോടു കൂടി കിടന്നുറങ്ങാൻ പറ്റുക? പാവം, 1 ദശാബ്ദത്തിലേറെയായി കഷ്ടപ്പെട്ട് ദുഃഖിച്ച് വെറുങ്ങലിച്ച് കഴിച്ചുകൂടുകയാണ്. ആ അമ്മയുടെ അടുത്ത് ചെന്ന് കുശലം ചോദിക്കണേ. താം സ്മ പൃച്ഛേഹ് അനാമയം. മാത്രമല്ല, അവിടെ ഞങ്ങളുടെ മഹാരാജാവ് ധൃതരാഷ്ട്രനുണ്ട്. ആ ധൃതരാഷ്ട്രൻ്റെ സീമന്തപുത്രൻ ദുര്യോധനാണ് യുവരാജാവ് എന്ന് പറയാം. ഭീഷ്മനുണ്ട്, പിതാമഹൻ, ദ്രോണനുണ്ട്, കൃപനുണ്ട്, അശ്വത്ഥാമാവുണ്ട്, വിതുരനുണ്ട്.
ഇങ്ങനെ എല്ലാവരെയും കെട്ടിപ്പിടിച്ച് കുശലം ചോദിക്കണം എന്നാണ് പറയണേ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ? ഇങ്ങനെയുണ്ട് ഒരു മനസ്സെന്ന് നിങ്ങൾ മനസ്സിലാക്കൂ. നിങ്ങൾക്ക് നാണം തോന്നണം ചീത്ത മനസ്സിൻ്റെ ഉടമസ്ഥനാവാൻ. നമ്മുടെ മനസ്സ് പൊന്നാണ്, തങ്കമാണ്. അതിന് നിങ്ങൾ കരിക്കട്ട ആക്കരുത്, അരുത്. ദുര്യോധനും ദുശാസനും ആവരുത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. മഹാഭാരതത്തിനും പറയാനുള്ളത് ഇതാണ്. നമ്മുടെ മനസ്സിനെ പൊന്നാക്കി നിർത്താൻ നോക്കൂ. എന്തൊക്കെയാണ് കഴിഞ്ഞിരിക്കുന്നത്? സഞ്ജയനെ പറഞ്ഞയച്ചു കഴിഞ്ഞു. അവർ ഗ്രാമം പോലും കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവസാനത്തെ ദൂത സന്ദേശവുമായിട്ടാണ് കൃഷ്ണനെ പറഞ്ഞയക്കുന്നത്. ആരാ ഇത്ര ക്ഷമിക്കുക? ആരാ ഇത്ര സഹിക്കുക? ആരിലാണ് ഇത്ര നന്മ കാണാൻ പറ്റുക? പക്ഷേ ധർമ്മബുദ്ധികൾക്ക് ഇതിലേറെയും സാധിക്കും വേണം. ഇതിലേറെയും നമുക്ക് സാധിക്കണം. ദാരുകൻ രഥം തെളിച്ചു പോകുന്ന വഴിക്ക് വലിയൊരു ശകുനാണെന്ന് പറയട്ടെ, അവിടെ കുറേ മഹർഷിമാരെ കണ്ടു. ആ മഹർഷിമാരെ കണ്ടപ്പോൾ രഥം നിർത്തി കൃഷ്ണൻ താഴത്തിറങ്ങി. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ ആ പെരുമാറ്റവും സമ്പ്രദായവും ഒന്ന് മനസ്സിലാക്കൂ. ലോകത്തിലെ എല്ലാവരും ആരാധിക്കുന്നവനാണ് കൃഷ്ണൻ. അതുകൊണ്ട് ആ കൃഷ്ണനോ സാധാരണ മനുഷ്യനെ പോലെ വളരെ വിനയാന്വിതനായി സരള ലളിത മനസ്സോടു കൂടിയിട്ടാണ് അവിടെ ഇറങ്ങിയത്. എന്നിട്ട് മഹർഷിമാരോട് ചോദിക്കുക. അവരെ കണ്ടപ്പോഴോ ഉപായപ്പെട്ടവരല്ല, ബ്രഹ്മ തേജസ് ഇങ്ങനെ തിളങ്ങുന്നുണ്ടത്രേ അവരുടെ മുഖത്ത്. അവിടെ ഇറങ്ങി എല്ലാവരെയും വന്ദിച്ചു, പ്രണമിച്ചു. എന്നിട്ട് ചോദിക്കുക, കിം വാ കാര്യം ഭഗവതാം അഹം കിം കരവാണിവഹ കേനാർത്ഥേനോപസംപ്രാപ്ത ഭഗവന്തോ മഹീതലം. മഹർഷിമാരെ ആദ്യമായിട്ട് നമസ്കരിച്ചു, എല്ലാവരെയും വന്ദിച്ചിട്ട് ചോദിക്കുകയാണ്, പെട്ടെന്ന് ഇങ്ങനെ അവിചാരിതവും അപ്രതീക്ഷിതവുമായി നിങ്ങളെല്ലാവരും കൂടി ഇവിടെ വന്നിറങ്ങിയിട്ടുണ്ടല്ലോ, എന്താണാവോ ഇതിൻ്റെ പിന്നിൽ? സാധാരണ നിങ്ങളൊക്കെ ഒറ്റയ്ക്കൊക്കെ സഞ്ചരിക്കുന്നവരാണ്, വിജനപ്രദേശങ്ങളിലാണ് കൂടുതലും കാണുക. ഇങ്ങനെ ഞാൻ പോകുന്ന വഴിക്ക് പെട്ടെന്ന് ഇങ്ങനെ എല്ലാവരും കൂടി വന്നപ്പോൾ എനിക്ക് മനസ്സിലൊരു ഉത്കണ്ഠ തോന്നുന്നു, എന്താണാവോ എന്ന്. എന്നെക്കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് എന്താ? എന്തിനു വേണ്ടിയിട്ടാണ് ഈ മഹീതലത്തിൽ ഈ സമയത്ത് പ്രത്യക്ഷപ്പെട്ടത്? ഇതായിരുന്നു കൃഷ്ണൻ്റെ ചോദ്യം. അപ്പോൾ അപ്പുറത്തുനിന്ന് പരശുരാമൻ കൃഷ്ണനെ ആലിംഗനം ചെയ്ത് ചോദിച്ച ചോദ്യത്തിനുള്ള വളരെ വിജ്ഞാപകമായ ഒരു മറുപടി പറയുക. ഇതൊക്കെ വ്യാസദേവൻ എഴുതിയുണ്ടാക്കുകയാണ്. നമുക്ക് ഈ കൃഷ്ണൻ ആരാ, കൃഷ്ണൻ എങ്ങനത്തെ ആളാണെന്നുള്ളതിനെ ചർച്ച ചെയ്യുകയാണല്ലോ ഇവിടെ ഭാരതകൃഷ്ണനെക്കുറിച്ച്. നിങ്ങൾക്കിതിൽ നിന്ന് കൃഷ്ണൻ്റെ വിവിധ വശങ്ങൾ മനസ്സിലാക്കാം. എന്താണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം, സമ്പ്രദായം എന്നെല്ലാം. അപ്പോൾ പരശുരാമൻ പറയുകയാണ്, കൃഷ്ണൻ പോകുന്നത് വലിയ ഒരു കാര്യം നിർവഹിക്കാനാണ്. അത് ഉപായപ്പെട്ട കാര്യമല്ല, വളരെ സങ്കീർണമാണ്, പ്രകൃതി പിടിച്ചതാണ്, മുള്ള് നിറഞ്ഞിരിക്കുന്നതാണ്. അങ്ങനെ ഒരു കാര്യം നിർവഹിക്കാനാണ് പോകുന്നത്. അവിടെ പോയാലോ അനവധി രാജാക്കന്മാരുണ്ടാവും, ചക്രവർത്തിമാരുണ്ടാവും. അങ്ങനെ വല്ലാത്തൊരു സദസ്സ്, ഒരു വലിയ സദസ്സാണ്, അപൂർവ സദസ്സാണ് അവിടെ. ആ സദസ്സിൻ്റെ എല്ലാറ്റിൻ്റെയും മധ്യത്തിൽ അങ്ങ് ചെന്ന് ഇരിക്കുന്ന ആ ദൃശ്യം ഞങ്ങൾക്കൊന്ന് കാണണം. അതുമാത്രമല്ല, അങ്ങ് എന്തെല്ലാം പറയുമോ, അവിടെ എന്ത് നടക്കുമോ അതും കാണണം എന്ന് വിചാരിച്ചാണ്. വ്യാസദേവൻ്റെ വരികൾ തന്നെ കേട്ടോളൂ. ഏതൻ മഹത് പ്രേക്ഷണീയം ദ്രഷ്ടും ഗച്ഛാമ കേശവ ധർമാർത്ഥ സഹിതാ വാചഃ ശ്രോതുമിച്ഛാമ മാധവ. അല്ലേ കേശവ, ഏതൻ മഹത് പ്രേക്ഷണീയം ദ്രഷ്ടും. ഇതേവരെ ലോകത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. രണ്ട് സഹോദരന്മാർ തമ്മിൽ മനസ്സിൻ്റെ പ്രവണതകൾ വരുത്തുന്ന വ്യത്യാസം. ഒരു ഭാഗത്ത് ഭീഷ്മനുണ്ട്, ദ്രോണനുണ്ട്, കൃപാചാര്യനുണ്ട്, ധൃതരാഷ്ട്ര മഹാരാജാവുമുണ്ട്, വിതുരനുമുണ്ട്. ഇവർ 4 പേരും നല്ലത് പറഞ്ഞു കൊടുക്കാൻ ഉണ്ടായിട്ടും രണ്ടു കൂട്ടം സഹോദരന്മാർ വഴിതിരിഞ്ഞാണ് നടക്കുന്നത്. ആ തിരിഞ്ഞു നടക്കുന്നതിൽ ഇരിക്കപ്പുറതിയില്ലാതെ ആക്കി തീർക്കണു ഒരു കൂട്ടം സഹോദരന്മാർ. അവർക്ക് എന്ത് കിട്ടിയാലും പോരാ, ഈ സഹോദരന്മാരെ കൊന്ന് ആ ചോര കണ്ടിട്ടേ അവരടങ്ങുള്ളൂ എന്നാ. മറുപക്ഷത്തിലുള്ളവരോ വിട്ടുകൊടുക്കണില്ല. അവർക്ക് ബലമില്ലായ്മയല്ല, സാമർഥ്യമില്ലായല്ല, എല്ലാം തികഞ്ഞിരിക്കണു. എന്നാലും അവരുടെ ആ ധർമ്മബദ്ധത കാരണം എന്തെല്ലാം അടിച്ചേൽപ്പിച്ചാലും അത് മുഴുവനും സഹിക്കും എന്ന് പറഞ്ഞ സഹനശക്തിയിലൂടെയാണ്.
എത്രയെത്ര അപമാനമാണ് സഹിച്ചിരിക്കുന്നത്. പാഞ്ചാലിക്ക് വന്ന ആ ഒരു ദുരന്തത്തിനെ പറ്റി വർണ്ണിക്കാൻ ഒരാൾക്കും പറ്റില്ല, കാണാനും പറ്റില്ല. എന്നാലും സഹനശക്തി അവർ വിടുന്നില്ല. അങ്ങനെ ഒരു കൂട്ടിരിപ്പുറത്ത്. എന്നിട്ട് ഇതൊന്നും പോരാതെ കൃഷ്ണൻ സ്വയം ഒരു ദൂത നിർവഹിക്കാൻ വേണ്ടി പോവുക. അപ്പം ഈ ദൂത വലിയ നിർണായകമാണ്. ഇതുപോലെ ഒരു ദൂതോ ഒരു സന്ദേശമോ ഉണ്ടായിട്ടേ ഇല്ല ലോകത്തിൽ. ആ സന്ദേശവാഹകന് ക്രമത്തിലധികം സാമർഥ്യമുണ്ടാവണം, അറിവുണ്ടാവണം, പഴക്കം, തഴക്കം, യോഗ്യത എല്ലാം വേണം. അങ്ങനെ യോഗ്യതയോടുകൂടി സംസാരിക്കുന്ന ആ രംഗമുണ്ടല്ലോ, ഒന്ന് നേരിട്ട് കാണണമെന്നാണ് ഞങ്ങളുടെ വിചാരം. തവ വാക്യാനി ദിവ്യാനി തഥാ തേഷാം ച മാധവ. അങ്ങയുടെ വായിൽ നിന്ന് യുധിഷ്ഠിരന് വേണ്ടി സംസാരിക്കുന്ന വാക്കുകളുണ്ടല്ലോ, അത് സാധാരണ വാക്കുകളാവില്ല, വളരെ ദിവ്യങ്ങളായിരിക്കും. ആ ദിവ്യ വാക്കുകളെല്ലാം ഞങ്ങൾക്ക് കേൾക്കണം. അങ്ങയുടെ വാക്ക് മാത്രമല്ല, ഇങ്ങനെ സംസാരിക്കുമ്പോൾ യുധിഷ്ഠിരന് വേണ്ടി വളരെ സൗമ്യമായി, ധർമ്മയുക്തമായി, ത്യാഗഭൂയിഷ്ടമായി സംസാരിക്കുമ്പോൾ അപ്പുറത്തു നിന്നുള്ള പ്രതികരണം എന്താ? അത് ഇതുപോലെ ആവില്ല. വലിയ ഒരു വടംവലിയാണ് അവിടെ നടക്കാൻ പോകുന്നത്. അപ്പം ഞങ്ങൾക്കത് കാണണമെന്നുണ്ട്. തഥാ തേഷാം ച മാധവ ശ്രോതുമിച്ഛാമ ഗോവിന്ദ സത്യാനിച ഹിതാനിച. അവിടെ പോയിട്ട് കൃഷ്ണൻ അങ്ങ് സംസാരിക്കുമ്പോൾ വെറും ഏകപക്ഷീയമായി അങ്ങ് സംസാരിക്കില്ല. അപ്പോൾ രണ്ടു പേർക്കും ഹിതമായിട്ടുള്ള കാര്യവും സത്യയുക്തമായിട്ടുള്ളതും എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് എന്ന് ഞങ്ങൾക്കൊന്ന് കണ്ടാൽ കൊള്ളാമെന്ന്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ? എന്തൊരു തന്മയത്വത്തോടു കൂടിയാണ് വ്യാസദേവൻ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് നമ്മളോട്. ഒന്ന് ആലോചിക്കൂ. നമ്മൾ പെരുമാറ്റം എന്ന് പറയും. ജീവിതത്തിനുള്ള പദ്ധതി, ചിട്ട, അതിൻ്റെ നല്ല മനസ്ഥിതി, നല്ല ശീലം എന്നൊക്കെ, അതൊക്കെ ഇതൊന്ന് കടഞ്ഞ് നിങ്ങൾക്ക് എടുക്കാം. എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാനുള്ള വകയുണ്ട് ഈ മഹാഭാരതത്തിൽ. ഏതന്മഹത് പ്രേക്ഷണീയം ദ്രഷ്ടും ഗച്ഛാമ കേശവ ധർമാർത്ഥസഹിതാ വാചഃ ശ്രോതുമിച്ഛാമ മാധവ തവ വാക്യാനി ദിവ്യാനി തഥാ തേഷാം ച മാധവ ശ്രോതുമിച്ഛാമ ഗോവിന്ദ സത്യാനി ച ഹിതാനി ച. ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്? ആരെങ്കിലും എവിടെയാണെങ്കിലും സത്യമോ ഹിതമോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദേവന്മാർക്ക് പോലും സന്തോഷമാണിത് കാണാൻ. അപ്പോൾ സത്യത്തിനുള്ള സ്ഥാനം എത്രയുണ്ടെന്ന് ആലോചിച്ചോളൂ. ഈ മഹർഷിമാർ എല്ലാവരും കൂടി കൃഷ്ണൻ ദൂത് പറയാൻ പോകുമ്പോൾ ആദ്യമായിട്ട് അദ്ദേഹത്തിനെ ഗ്രീറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ വന്നതാണ്. പിന്നെയുള്ളതൊക്കെ പിന്നീട് നടക്കാൻ പോവുക. ആദ്യമായിട്ട് അവർ വന്ന് ആ കൃഷ്ണന് അവർ എന്തുമാത്രം ഇൻസ്പിറേഷൻ, ഉത്സാഹം, പ്രോത്സാഹനം നൽകിയിട്ടുണ്ടാവുമെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാവർക്കും ഈ ഉത്സാഹം നൽകിയിട്ടാണല്ലോ ഹനുമാൻ മനസ്സുകൊണ്ട് അങ്ങോട്ട് വികസിച്ച് മഹേന്ദ്രാചലത്തിൽ നിന്ന് ലങ്കയ്ക്കൊരു ചാട്ടങ്ങോട്ട് ചാടിയത്. അതുമാതിരി കൃഷ്ണന് പോലും അഭിനന്ദനവും ഉത്സാഹവും പ്രോത്സാഹനവും നൽകാനായി വന്നവരാണ്. ഹസ്തിനപുരത്തിലുള്ളവരെ അറിയുന്നുണ്ടല്ലോ ഇവിടെ നടക്കുന്ന വർത്തമാനം. അപ്പം കൃഷ്ണാഗമനം അറിഞ്ഞ് ധൃതരാഷ്ട്രന് വളരെ സന്തോഷമായി, അത്രേ രോമാഞ്ചമണിഞ്ഞു എന്നാണ് പറയുന്നത്. കൃഷ്ണൻ വരുന്നുണ്ടല്ലോ നമ്മുടെ അടുത്ത്, എന്തിനു വേണ്ടി വരട്ടെ? കൃഷ്ണൻ്റെ ആഗമനമല്ലേ. അപ്പം അദ്ദേഹത്തിൻ്റെ ആഗമനം നമുക്കൊരു ശുഭോദർക്കം തന്നെയാണ് എന്ന് വിചാരിച്ച് സന്തോഷം തോന്നി ദുര്യോധനോട് സംസാരിക്കാൻ തുടങ്ങി. അതേ, ഇതാ കൃഷ്ണനാണ് വരാൻ പോകുന്നത്, അവിടുന്ന് പുറപ്പെട്ടു കഴിഞ്ഞു, ഇതാ ഇന്നതൊക്കെ ആയി നമുക്കറിയാം. ഇനി കൃഷ്ണൻ വരുന്ന സമയത്ത് ഇതേവരെയുള്ള കാര്യങ്ങൾ മുഴുവൻ യുധിഷ്ഠിര പക്ഷത്തിലാണ്. അവരെന്തോ നടത്തിനോട്ടെ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വരുമ്പോൾ സർവ്വ കാര്യങ്ങളും നമ്മുടെ അധീനത്തിലാണ്. നമ്മൾ നൽകുന്ന സ്വീകരണം എന്തായിരിക്കണം, സ്വാഗതം എന്തായിരിക്കണം, അതിൻ്റെ തോതെന്ത്, വലിപ്പമെന്ത്, മഹിമയെന്ത്, അദ്ദേഹം വന്നാൽ എന്താണ് ചെയ്യേണ്ടത്, അന്ന് അദ്ദേഹത്തിന് ഇവിടെ വരുമ്പോൾ നല്ല ഒരു സ്വീകരണം നമുക്ക് നൽകാൻ സാധിക്കണം എന്ന് പറഞ്ഞ് ഇന്നതൊക്കെ ചെയ്യണം എന്ന് ധൃതരാഷ്ട്ര മഹാരാജാവ് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ദുര്യോധനെ വിളിച്ച്, അദ്ദേഹം അന്ധനാണല്ലോ, എല്ലാം ചെയ്യണമെങ്കിൽ ഈ ദുര്യോധനൻ വഴിക്കേ പറ്റുള്ളൂ. അപ്പം അതിനു വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടുള്ള സംസാരമാണ് അടുത്ത ഭാഗം. മഹാരാജാവും രാജാക്കന്മാരും രാജധാനിയും ഒക്കെയാണല്ലോ. അപ്പം അവർക്ക് എവിടെ എന്ത് നടക്കുന്നതും അറിയാനുള്ള സംവിധാനമൊക്കെ ഉണ്ടാവും. അല്ലാതെയും വർത്തമാനം വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് കൃഷ്ണൻ വരുന്ന വർത്തമാനം മനസ്സിലാക്കിയ ധൃതരാഷ്ട്രൻ ദുര്യോധനോട് പറയുകയാണ്, ഉപായപ്പെട്ട വരവല്ല, വളരെ നിർണായകമാണ്. അതും വരുന്നതോ കൃഷ്ണനാണ്.
നല്ല മനുഷ്യർ പറയും കൃഷ്ണ പരമാത്മാവാണെന്ന്. ആ കൃഷ്ണൻ്റെ വരവ് ഉപായത്തിൽ അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല, വളരെ കാര്യമായിട്ട് എടുക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ധൃതരാഷ്ട്ര മഹാരാജാവ് സംസാരിക്കുന്നത്. ഉപയാസ്യതി ദാശാർഹ പാണ്ഡവാർത്ഥേ പരാക്രമീ സനോ മാന്യശ്ച പൂജ്യശ്ച സർവഥാ മധുസൂദന. നിങ്ങൾ ഒരു പക്ഷേ പ്രതീക്ഷിച്ചു കാണില്ല, ധൃതരാഷ്ട്രൻ്റെ മനസ്സിൽ ഇത്രയെല്ലാം ബഹുമാനവും ആദരവും പരിഗണനയും കൃഷ്ണൻ്റെ നേരെ ഉണ്ട് എന്ന് ആരും ഒരുപക്ഷെ കരുതി കാണില്ല. നോക്കൂ, ഉപയാസ്യതി ദാശാർഹ പാണ്ഡവാർത്ഥേ പരാക്രമീ. നമ്മുടെ രാജധാനിക്ക് എഴുന്നള്ളാൻ പോവാണ് ആര്? കൃഷ്ണൻ. ആ കൃഷ്ണൻ എങ്ങനത്തെ ആളാ? ദാശാർഹനാണ്. വരുന്നത് എന്തിനു വേണ്ടിയിട്ടാ? പാണ്ഡവാർത്ഥേ, പാണ്ഡവന്മാരുടെ അംബാസിഡർ, ഒരു ദൂതനായിട്ടാണ് വരുന്നത്, സന്ദേശവാഹകൻ. അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഉദ്ദേശം എന്താ? ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. എന്താ? വലിയ ഒരു യുദ്ധം നടക്കാൻ പോവാണ്. അതിന് എല്ലാവരും സന്നാഹങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുക. രാജ്യത്തിലെ എല്ലായിടത്തും ആൾക്കാരെ പറഞ്ഞയച്ചു കഴിഞ്ഞു. പല ദിക്കിൽ നിന്നും ആനുകൂല്യങ്ങളും സഹായങ്ങളും തേടി തേടി മഹാഭാരതം എന്ന് പറഞ്ഞാൽ ഭാരതത്തെ മുഴുവനും അടക്കുന്നതും അടങ്ങുന്നതുമായ ഒരു യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. എന്നാൽ ആര് തമ്മിലായി ഈ യുദ്ധം? സഹോദരന്മാർ തമ്മിൽ. വെറും സഹോദരന്മാരാണോ? അല്ല. ഒരേ രാജധാനിയിൽ പെറ്റു വളർന്ന് ഒരേ ശിക്ഷണത്തിൽ പിതാമഹൻ്റെയും ആചാര്യൻ്റെയും എല്ലാം ഒരേ ശിക്ഷണത്തിൽ കഴിഞ്ഞിട്ടുള്ളവരാണ്. ദ്രോണാചാര്യരാണ് ഇവരെ എല്ലാവരെയും പഠിപ്പിച്ചത്. ഭീഷ്മ പിതാമഹനാണ് പേരക്കുട്ടികളെ 106 പേരെയും വളർത്തിക്കൊണ്ടുവന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും അത്യപൂർവം അനന്യമായിരിക്കുന്ന ഒരു സാഹോദര്യമാണ്. ആ സാഹോദര്യമാണ് വെട്ടി രണ്ടായി ചക്ക മുറിയണ പോലെ മുറിഞ്ഞ് വേർതിരിഞ്ഞ് നിൽക്കുന്നത്. അതിൽ പാണ്ഡവന്മാരുടെ പക്ഷത്തിൽ നിന്നാണ് കൃഷ്ണൻ വരുന്നത്. പരാക്രമി. ആ കൃഷ്ണൻ ഉപായപ്പെട്ടവനല്ല, വലിയ പരാക്രമം സാഹസമുള്ള ആളാണ്. നമ്മൾ വിചാരിച്ച ഉപായത്തിലൊന്നും തരം താഴ്ത്തി കാണരുത്. സനോമാന്യശ്ച പൂജ്യശ്ച സർവഥാ മധുസൂദന. മധുസൂദനായ അദ്ദേഹം സനഹ മാന്യശ്ച പൂജ്യശ്ച സർവഥാ, എല്ലാ പ്രകാരത്തിലും എല്ലാ വിധത്തിലും അദ്ദേഹം ബഹുമാന്യനാണ്, സംപൂജ്യനാണ്. ദുര്യോധന, നല്ല പോലെ മനസ്സിലാക്കണം. നിന്റെ മനസ്സിൽ എന്ത് വിചാരമുണ്ടോ ആ വിചാരമൊക്കെ അവിടെ ഇരിക്കട്ടെ. ഈ കാര്യത്തിൽ അച്ഛൻ പറയണത് കേട്ടോളൂ. ഞാൻ മഹാരാജാവും കൂടിയാണ്. അതുകൊണ്ട് നല്ല പോലെ ആലോചിച്ച് നല്ല പോലെ കാതു തന്ന് ഈ പറയുന്നത് കേൾക്കണം. ഉപയാസ്യതി ദാശാർഹ പാണ്ഡവാർത്ഥേ പരാക്രമി സനോ മാന്യശ്ച പൂജ്യശ്ച സർവഥാ മധുസൂദന. സമാന്യതാം നരശ്രേഷ്ഠ സഹി ധർമ്മ സനാതന പൂജിതോ ഹി സുഖായ സ്യാത് അസുഖഃ സ്യാത് അപൂജിതഃ. ഒരു ഉപദേശം കാര്യക്ഷമമാകണമെങ്കിൽ അതിന് 2 വശമുണ്ട്. നമ്മളെല്ലാവരും പറയും പോസിറ്റീവ് നെഗറ്റീവ് എന്നൊക്കെ 2 വാക്ക് ധാരാളം ഉപയോഗിക്കുന്നതാണ്. ഞാൻ ഈ നൽകുന്ന ഉപദേശം അനുസരിച്ചാൽ നല്ല ഫലം, നേട്ടം. അനുസരിച്ചില്ലെങ്കിലോ കൊടും തകരാറ്, വിപത്ത്. അങ്ങനെ അനുസരിച്ചില്ലെങ്കിൽ വരാൻ പോകുന്ന ആപത്തും അനുസരിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന നേട്ടവും വ്യത്യസ്തമായി കാണിച്ചു കൊടുത്താലേ കേൾക്കുന്നവർക്ക് ഒരു ഭാഗത്ത് ഭയത്താലും പിന്നെ ഒരു ഭാഗത്ത് മോഹത്താലും ആ തന്നിട്ടുള്ള നിർദ്ദേശം സ്വീകരിക്കാൻ പറ്റുള്ളൂ. അതാണ് ഒരു പക്ഷേ ധൃതരാഷ്ട്രൻ്റെ ഈ മനസ്സിൽ. സമാന്യതാം നരശ്രേഷ്ഠ സഹി ധർമ്മ സനാതന. ഈ വരുന്ന ആള് നരശ്രേഷ്ഠനാണ്. നിങ്ങളെല്ലാവരും വിചാരിക്കും ഭഗവാൻ ഭഗവാൻ. ഭഗവാൻ ആയിക്കോട്ടെ, മനുഷ്യനായി ജനിച്ച് മനുഷ്യനായി വളർന്ന് ഭഗം എന്ന് പറയുന്ന 6 കൂട്ടം ഐശ്വര്യങ്ങൾ ഉള്ളപ്പോഴാണ് ഒരാളെ ഭഗവാൻ എന്ന് പറയുന്നത്. ആ ഭഗവത് സ്ഥാനത്തിലേക്ക് ഉയരുന്നതായ നരശ്രേഷ്ഠൻ. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ചും പറയുകയാണ് നരശ്രേഷ്ഠനാണെന്ന്. സമാന്യതാം നരശ്രേഷ്ഠ സഹി ധർമ്മ സനാതന. അപ്പോൾ ഈ ആൾ നരശ്രേഷ്ഠനാണെന്ന് വിചാരിച്ചു വേണം ദുര്യോധന പെരുമാറാനും സ്വീകരിക്കാനും സത്കരിക്കാനും സ്വാഗതം പറയാനും അദ്ദേഹത്തോട് സംസാരിക്കാനും പറഞ്ഞത് കേൾക്കാനുമെല്ലാം. നരശ്രേഷ്ഠനാണ് അദ്ദേഹം. മാത്രമോ സഹിധർമ്മ സനാതന. ഭാരതത്തിൽ സനാതനമായ ഒരു ധർമ്മമുണ്ട്. എന്നത് ഉണ്ടായി ഇവിടെ എന്ന് പറയാൻ പറ്റില്ല. മനുഷ്യൻ്റെ മനസ്സിലും ബുദ്ധിയിലും ഉദിച്ചതാണ് ഈ ധർമ്മം. വളരെ കാലം ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ചതാണ് ഈ ധർമ്മം. എന്താ ഈ ധർമ്മം? ജീവിതത്തെ എല്ലാ ചുറ്റുപാടിലും സന്ധാരണം ചെയ്ത് അതിനെ എപ്പോഴും ഒരു തുണയും താങ്ങും തണലുമായി വർത്തിക്കുന്ന
ഉൾശക്തി, ഉൾപ്രഭാവം, ഉൾസ്വാധീനം, ഉൾമഹിമ. ഇതാണ് ഈ സനാതനധർമ്മം. ആ സനാതനമായിരിക്കുന്ന ധർമ്മത്തിൻ്റെ മൂർത്തിമദ്ഭാവമാണ് കൃഷ്ണൻ. സനാതനധർമ്മം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കൃഷ്ണനോട് ചോദിച്ചാലും പറഞ്ഞാലും മതി. ഈ ധർമ്മം എന്ന് പറയുമ്പോൾ നമ്മളുടെ വാക്കുകളിൽ, നമ്മുടെ പ്രവൃത്തികളിൽ, നമ്മുടെ മനസ്സിലുള്ള ചിന്തകളിൽ, ആലോചനയിൽ, യുക്തിയിൽ, എല്ലാറ്റിലും അതിൻ്റെ പ്രതിഫലനം, സ്വാധീനം കാണണം. അങ്ങനെയുള്ള ധർമ്മം പലപ്പോഴും നിഗൂഢമായിരിക്കാം. നമ്മൾ കണ്ടതാണ്, നിറഞ്ഞ കുരുസദസ്സിൽ ഒരു ഭാഗത്ത് ദുശാസനൻ ആദ്യം തല ചുറ്റിപ്പിടിച്ച് അങ്ങോട്ട് വലിച്ചു, അതിനുശേഷം വസ്ത്രം പിടിച്ചു വലിച്ചു അഴിച്ചു മേടിക്കാൻ. ആ സമയത്ത് അത് ചെയ്യാൻ പാടില്ല, തെറ്റ് എന്ന് പറയാൻ ആ സദസ്സിന് വളരെയധികം ചിന്തിച്ചു നോക്കിയിട്ടും സാധിച്ചില്ല എന്നാണല്ലോ നാം കാണുന്നത്. ആ ചോദ്യത്തിന് മറുപടി ഉണ്ടായില്ല. അവസാനം ധൃതരാഷ്ട്രൻ വിളിച്ച് നീയാണ് എൻ്റെ മരുമക്കളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠ എന്ന് പറഞ്ഞ് ധൃതരാഷ്ട്രൻ്റെ സർട്ടിഫിക്കറ്റും സമ്മതവും കൊടുത്തിട്ടാണ് ആ പ്രതിസന്ധി തീർന്നത്. അപ്പോൾ ധർമ്മം നിഗൂഢമാണ്. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല എന്ന് ഭീഷ്മ പിതാമഹൻ വരെ പറഞ്ഞു. ആ സനാതനധർമ്മത്തിൻ്റെ മൂർത്തിമത്തായിരിക്കുന്ന ഒരു ഭാവമാണ് കൃഷ്ണൻ. കൃഷ്ണനപ്പുറം ഒരു ധർമ്മമില്ല. മഹാഭാരതം തന്നെ എന്താ പാടുന്നത്? യതോ ധർമ്മ തതോ ജയ, യതഃ കൃഷ്ണ തതോ ജയ. എവിടെയാണോ കൃഷ്ണനുള്ളത് അവിടെയാണ് ധർമ്മം, അവിടെയാണ് ജയം. അപ്പോൾ ധർമ്മം എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ധർമ്മം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ ധർമ്മകാര്യത്തിൽ? കൃഷ്ണൻ്റെ ചെയ്തികളോ കൃഷ്ണൻ പറഞ്ഞ് മനസ്സിലാക്കി തന്നതോ ആയ കാര്യങ്ങൾ നോക്കിയാൽ മതി. നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭഗവത്ഗീതയാണ്. ആ ഭഗവത്ഗീതയിൽ ധർമാനുസാരമാണോ അവരെല്ലാവരും ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ വന്നിരിക്കുന്നത്? അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ധർമ്മത്തിൻ്റെ സ്വാധീനം അവിടെ പുലരണ്ടേ? പുലർന്നുവോ? ധർമ്മത്തിന് എന്താ സ്വാധീനം? ധർമ്മിഷ്ഠരെ തുണയ്ക്കും, അധർമ്മിഷ്ഠരെയോ തുണയ്ക്കില്ല, അവരെ കുഴിയിൽ ചാടിക്കും. അപ്പോൾ ഒരേ ധർമ്മക്ഷേത്രം രണ്ട് തരത്തിലുള്ള ചികിത്സയാണ് അവിടെ നൽകാൻ പോകുന്നത്. ധർമ്മിഷ്ഠർക്ക് തുണ, താങ്ങ്, തണൽ. അധർമ്മിഷ്ഠർക്കോ നേരെ വിപരീതം. ഒരേ സ്ഥലത്തുണ്ടാകുന്നതാണ്. ഏതുപോലെ ഈ ഭൂമി നല്ലവരെയും അല്ലാത്തവരെയും ഒരുപോലെ ഊട്ടി വളർത്തുന്നുണ്ടല്ലോ. ആ സനാതനമായിരിക്കുന്ന ധർമ്മം എന്താ? ഈ സനാതനധർമ്മത്തിന് അർത്ഥം എന്ന് ചോദിച്ചാൽ, സനാതനം എന്ന് പറഞ്ഞാൽ ശാശ്വതം. ഏത് ധർമ്മമാണോ സനാതനമായി നിലനിൽക്കുന്നത് അത് ശാശ്വതം. അതിന് ദേശത്തെയോ കാലത്തെയോ ക്ഷോഭത്തെയോ വിദേശ ആക്രമണത്തെയോ ഒന്നിനെയും ആശ്രയിച്ചത് ഇല്ലാതെയായി പോകുന്നില്ല, എക്കാലത്തും നിൽക്കുന്നത്. പിന്നെ ഒന്നോ, അതനുസരിക്കുന്നവനെ സനാതനമാക്കി തീർക്കുന്നത് എന്ന്. സനാതനം കരോതി ഇത് സനാതന. ഈ സനാതനധർമ്മം അനുഷ്ഠിക്കുന്നവർക്ക് തോന്നും ഞാൻ നശ്വരമായിരിക്കുന്ന ദേഹമല്ല, നേരെ മറിച്ച് അനശ്വരമായിരിക്കുന്ന ആത്മാവാണ്. അതാണ് നമ്മുടെ ഉപനിഷത്തുകൾ ശൃണ്വന്തു സർവേ അമൃതസ്യ പുത്രാഹ എന്നിങ്ങനെ അഭിസംബോധന ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും കേൾക്കേൻ, അമൃതത്വത്തിൻ്റെ പുത്രന്മാരെ, സന്താനങ്ങളെന്ന്. നിങ്ങൾ ആരും വിചാരിക്കരുത് നിങ്ങൾ മരണത്തിൻ്റെ സന്താനങ്ങളാണ്, മൃതത്വത്തിൻ്റെ സന്താനങ്ങളാണെന്ന്. നമ്മുടെ ശരീരം പരിവർത്തന വിധേയമാണ്. അത് ഒരു കാലത്ത് ജനിച്ചു, ഇനി ഒരു കാലത്ത് മരിക്കും, ശരിയാ. പക്ഷേ ആ ശരീരത്തിനെ ഉജ്ജീവിപ്പിച്ച് നിർത്തുന്നത് എന്തിനു വേണ്ടി ശരീരമുണ്ടായോ ആ ശരീരം ഒരു പ്രകടനമാണ്. ആരുടെ? ജീവൻ്റെ. ആ ജീവനാകട്ടെ അമരമാണ്, അത് അമൃതമാണ്, മരിക്കാത്തതാണ്, അതിൻ്റെ പുത്രന്മാരാണ്. ഒരു ജഡമായ ശരീരത്തിന് കുട്ടികളുണ്ടാവില്ല. ഉണ്ടായ കുട്ടി ജഡശരീരം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ സ്റ്റിൽ ബോൺ ചൈൽഡ് എന്ന് പറയുന്നത് നമ്മൾ മറവ് ചെയ്യും. അപ്പോൾ എപ്പോഴും ഒരു ജീവൻ എന്ന് പറഞ്ഞാൽ ശരീരമല്ല, ശരീരത്തിലൂടെ പ്രകടമാകുന്നതാണ് ജീവൻ. ആ ജീവനാകട്ടെ അമൃതമാണ്, അമരമാണ്. ആ സനാതനമായിരിക്കുന്ന ധർമ്മം എന്താണെന്ന് അറിയണമെങ്കിൽ കൃഷ്ണനെ നോക്കിയാൽ മതി, കൃഷ്ണനെക്കുറിച്ച് ആലോചിച്ചാൽ മതി, കൃഷ്ണനോട് ചോദിച്ചാൽ മതി. അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ വേണ്ടതുപോലെ അപഗ്രഥിച്ച് ഗ്രഹിച്ച് വിലയിരുത്തിയാൽ മതിയെന്ന്. പൂജിതോ ഹി സുഖായ സ്യാത് അസുഖ സ്യാത് അപൂജിത. അദ്ദേഹത്തെ വേണ്ടതുപോലെ സത്കരിച്ചു, ആദരിച്ചു, സന്തോഷിപ്പിച്ചു എന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നവർക്ക് പരമസുഖം. അല്ല, അങ്ങനെ ചെയ്തില്ലെങ്കിലോ അസുഖ സ്യാത് അപൂജിത. ഈ കൃഷ്ണൻ വന്ന കൃഷ്ണനെ, നാളെ വരാൻ പോകുന്ന കൃഷ്ണനെ വേണ്ടതുപോലെ നീ സത്കരിച്ച് ആദരിച്ചില്ല എന്നുണ്ടെങ്കിൽ നിനക്കോ അപൂജിത അസുഖ സ്യാത്. ആ നിമിഷം മുതൽക്ക് പിന്നെ നിനക്ക് ഈ ജീവിതത്തിൽ സുഖമുണ്ടാവില്ല. അതാണ് ഞാൻ പറഞ്ഞത് പോസിറ്റീവ് നെഗറ്റീവ് എന്ന്. ഒരു ഭാഗത്ത് ഞാൻ ഈ തരുന്ന നിർദ്ദേശം അനുസരിക്കണം,
അനുസരിച്ചാൽ നിനക്ക് വലിയ മികച്ച നേട്ടം, അനുസരിച്ചില്ലെങ്കിലോ അതേപോലെ കഠിനമായിരിക്കുന്ന ദോഷവും. ഇത് രണ്ടും പറയുമ്പോഴാണ് അത് കേൾക്കണം എന്ന് നമുക്ക് തോന്നുക. സമാന്യതാം നരശ്രേഷ്ഠ സഹിധർമ്മ സനാതന പൂജിതോ ഹി സുഖായ സ്യാത് അസുഖ സ്യാത് അപൂജിത തസ്യ പൂജാർത്ഥമദ്യൈവ സംവിധസ്വ പരന്തപ സഭാഹി പഥി വിധീയന്താം സർവകാമസമന്വിതാ. നിങ്ങൾ വിചാരിക്കും ഈ അലങ്കാരങ്ങളും പല വിധത്തിലുള്ള കമാനങ്ങളുമെല്ലാം ഇന്നത്തെ കാലത്തേ ഉണ്ടായുള്ളൂ എന്ന്. ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിൽപ്പെട്ടതാ, പഴയ കാലം മുതൽക്ക്. തസ്യ പൂജാർത്ഥമദ്യൈവ, നാളെ വരാൻ പോകുന്ന കൃഷ്ണനുണ്ടല്ലോ, പാണ്ഡവന്മാർക്ക് വേണ്ടി പാണ്ഡവ പ്രതിനിധിയായി വലിയ ഒരു ദൗത്യവും വഹിച്ചുകൊണ്ട് വരുന്ന കൃഷ്ണനുണ്ടല്ലോ, ആ കൃഷ്ണൻ സനാതനധർമ്മ സ്വരൂപി. അദ്ദേഹത്തിനെ പൂജിക്കാൻ, സത്കരിക്കാൻ, ആദരിക്കാൻ വേണ്ടി അദ്യൈവ, ഇന്ന് തന്നെ സംവിധസ്വ പരന്തപ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വേണ്ടതുപോലെ ഒരു സംവിധാനം ഇവിടെ ഉണ്ടാവണം. സമയമില്ല എന്ന് പറയരുത്, ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇതെല്ലാം തയ്യാറാവണം. സഭാഹ പഥി വിധീയന്താം. കൃഷ്ണൻ വരുന്നത് യാത്രയോടുകൂടി കുറേ ദൂരം കഴിഞ്ഞാണ് വരുന്നത്. ആ വരുന്ന സമയത്ത് വിശ്രമസ്ഥലങ്ങൾ ഉണ്ടാവണം, ആശ്വസന സ്ഥലങ്ങൾ ഉണ്ടാവണം. എവിടെ വേണമെങ്കിൽ വിശ്രമിക്കാൻ പറ്റിയ സ്ഥലം, അത് ഒന്നല്ല ഒന്നിലധികം ആയിക്കോട്ടെ. അദ്ദേഹത്തിന് കുറച്ച് നേരം നിന്ന് ഒന്ന് കാറ്റുകൊള്ളണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ മണ്ഡപവും അവിടെ ഉണ്ടാവണം. അങ്ങനെ മണ്ഡപങ്ങളും വിശ്രമസ്ഥലങ്ങളുമെല്ലാം പെട്ടെന്ന് ഉണ്ടാവട്ടെ. സഭാഹ പഥി, ആ വരുന്ന വീതിയിൽ, ആ തെരുവിൽ, ആ സരണിയിൽ ഇതെല്ലാം ഉണ്ടാവണം. സർവകാമസമന്വിതാഹ. അതെങ്ങനെയാ? ആർക്കാനും വേണ്ടി പേരിന് എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞാൽ പറ്റില്ല. കൃഷ്ണന് എന്തെല്ലാം ഇഷ്ടമുണ്ടോ, ആവശ്യമുണ്ടോ, സൗകര്യാർത്ഥം, ആ സൗകര്യങ്ങൾ മുഴുവനും അതിലുണ്ടാവണം. സർവകാമസമന്വിതാഹ. ഒന്നിനും ഒരു കുറവ് വരരുത്. അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റിയിട്ടുള്ള കസേരയോ സോഫയോ ഉണ്ടാവണം. ഒന്ന് ചാരണമെങ്കിൽ അതിന് പറ്റിയത്, അല്ല ഒന്ന് കിടക്കണമെന്ന് തോന്നിയാലോ അവിടെ കട്ടിലും തലോണിയും സൗകര്യങ്ങളൊക്കെ വേണം. ആരെങ്കിലും വീശിക്കൊടുക്കാനുള്ള പങ്കയും സൗകര്യങ്ങളും വേണം. അവിടെ വെള്ളത്തിനുള്ള സൗകര്യം വേണം, കാല് കഴുകണം, മുഖം കഴുകണം, മലമൂത്ര വിസർജനത്തിന് പോകണം, ഇതിനെല്ലാം ഉള്ള സൗകര്യം. ഒന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി, ഒന്ന് പൗഡറല്ല അന്നത്തെ കാലത്തുള്ളത് എന്തോ അത് പൂശുക, പൊട്ടിടുക, അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിനൊക്കെയുള്ള സൗകര്യം വേണം തല ചെയ്യാനും. ഒന്നിനും കുറവ് വരരുത്. നോക്കേണ്ട താമസം റെഡി, ഏതാന്ന് ആ സംശയം ഉണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെ എല്ലാ വിധത്തിലും ആഡംബര സമന്വിതമായിരിക്കുന്ന സൗകര്യങ്ങളോടുകൂടി അവിടെ വിശ്രമസ്ഥലങ്ങളും മണ്ഡപങ്ങളുമെല്ലാം ഒരുക്കണം. യഥാ പ്രീതിർമഹാബാഹോ ത്വയി ജായേത തസ്യ വൈ. യഥാ പ്രീതിർമഹാബാഹോ ത്വയി ജായേത തസ്യ വൈ. ഞാൻ ഈ പറയുന്നതൊക്കെ എനിക്ക് വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കരുത് എൻ്റെ മോനെ ദുര്യോധന. ഞാൻ ഈ പറയുന്നത് മുഴുവൻ എന്തിനാ? കൃഷ്ണൻ വരുന്നുണ്ടല്ലോ, ആ വരുന്നതിലാണ് നമ്മുടെ ഭാവി നിലനിൽക്കുന്നത്. അദ്ദേഹം ഇവിടെ അവസാനമായി നിർണായകമായി ഒരു സന്ദേശവും കൊണ്ടാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒന്നുണ്ടാവും, നേടിക്കൊണ്ടുപോകണം എന്ന് വിചാരിച്ച്. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നാൽ ഈ സൗകര്യങ്ങളൊക്കെ കണ്ട്, നമ്മൾ നൽകുന്നതായ സൗകര്യങ്ങളും സ്വാഗതവുമെല്ലാം കണ്ടു കഴിഞ്ഞാൽ കൃഷ്ണൻ ഇപ്പോൾ പാണ്ഡവ പക്ഷത്തിലാണെങ്കിൽ നമ്മുടെ പക്ഷത്തിലായിത്തീരണം. അത്രയ്ക്ക് പ്രീതി ജനിപ്പിക്കുമാറുള്ള ഒരു തയ്യാറെടുപ്പും സ്വീകരണവുമാണ് കൊടുക്കേണ്ടത്. യഥാ പ്രീതിർമഹാബാഹോ ത്വയി ജായേത തസ്യ വൈ. ആ കൃഷ്ണൻ ഇവിടെ വന്ന് കണ്ടാൽ, അഹോ ഞാൻ ഈ വിചാരിച്ച മാതിരി അല്ലല്ലോ ദുര്യോധനും ധൃതരാഷ്ട്രവും ഒക്കെ. ഞാൻ വിചാരിച്ചു പാണ്ഡവരും അവരും കൂടി വലിയ എതിർപ്പാണ്, ശത്രുക്കളാണെന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് അവർ ശത്രുക്കളായിട്ട് തോന്നണില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ മനസ്സ് തന്നെ മാറിപ്പോണം. എന്നിട്ട് ചിന്തിക്കണതും പറയണതും എല്ലാം തന്നെ നിനക്ക് അനുഗ്രഹകരമാവണം. നീ എന്തുദ്ദേശിക്കണോ അത് നേടിയെടുക്കാൻ പറ്റിയ തരത്തിൽ. ഒരാളുടെ അടുത്ത് എതിർപ്പ് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആവശ്യം നേടിയെടുക്കാൻ പറ്റില്ല. അദ്ദേഹത്തെ സന്തോഷിപ്പിച്ച് അനുനയിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സ് കുളിർപ്പിച്ചാൽ എത്ര ശത്രുവാണെങ്കിലും പ്രകൃതം മാറും. മനസ്സാണ് ദുര്യോധന പ്രമാണം. അതുകൊണ്ട് നീ എന്ത് വേണം? വളരെ ജാഗ്രതയോടുകൂടി പൂർണ്ണ മനസ്സോടുകൂടി ഉള്ളുരുകി നല്ല പോലെ ശ്രദ്ധിച്ച് എല്ലാം ചെയ്യണം. യഥാ പ്രീതി മഹാബാഹോ ത്വയി ജായേത തസ്യ വൈ. അപ്പം ദുര്യോധനിൽ പ്രീതി ജനിപ്പിക്കുമാറ് വേണം കൃഷ്ണൻ വരുന്ന സമയത്ത് നമ്മൾ നൽകുന്ന സൗകര്യങ്ങളും സ്വാഗതവും എല്ലാം എന്നാണ് പറഞ്ഞു നിർത്തിയത്. ഭീഷ്മൻ പറഞ്ഞു, വളരെ ശരി, നന്നായി, വളരെ ഇഷ്ടമായി. ആർക്ക്? ഭീഷ്മ പിതാമഹന്.
തേഷാം അനുമതം ജ്ഞാത്വാ രാജാ ദുര്യോധനസ്തദാ സഭാവാസ്തൂനി രമ്യാണി പ്രദേഷ്ടും ഉപചക്രമേ. താഃ സഭാഃ കേശവഃ സർവാഃ രത്നാനി വിവിധാനി ച അസമീക്ഷൈവ ദാശാർഹാ ഉപായാത് കുരു സത്മതത്. തേഷാം അനുമതം ജ്ഞാത്വാ രാജാ ദുര്യോധനസ്തദാ. നമ്മുടെ ധൃതരാഷ്ട്രയുടെയും അച്ഛൻ മഹാരാജാവിൻ്റെയും പിതാമഹൻ നമ്മളെ വളർത്തിക്കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, മടിയിലൊക്കെ ഇരുത്തി എത്ര ചോറ് തന്നിട്ടുണ്ടാവും അദ്ദേഹം. ചിലതൊക്കെ ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട്. മുത്തശ്ശൻ്റെ മടിയിലിരുന്ന് നല്ല വാത്സല്യത്തോടു കൂടി അദ്ദേഹം പറയുന്ന വാക്കുകളൊക്കെ കേട്ട് ഉരുളയായിട്ട് ഭക്ഷണം കഴിച്ച ഓർമ്മയൊക്കെ എനിക്കുണ്ട്. അവർ രണ്ടുപേരുടെയും ഹിതം എന്തോ, അച്ഛൻ പറഞ്ഞത് മുഴുവൻ ശരിയാണെന്ന് പറഞ്ഞ് തലകുലിക്ക് സമ്മതിച്ച് ശരിയെന്ന് പറഞ്ഞല്ലോ മുത്തശ്ശൻ. അപ്പം അവരുടെ രണ്ടുപേരുടെയും ഹിതം മനസ്സിലാക്കി, ഇംഗിതം മനസ്സിലാക്കി. തേഷാം അനുമതം ജ്ഞാത്വാ രാജാ ദുര്യോധനസ്തദാ. രാജാവായിരിക്കുന്ന ദുര്യോധനൻ സഭാവാസ്തൂനി രമ്യാണി പ്രദേഷ്ടും ഉപചക്രമേ. സഭാവാസ്തൂനി, ആ വരുന്ന സമയത്ത് അദ്ദേഹത്തിനെ സ്വീകരിക്കാനുള്ള മണ്ഡപങ്ങളും വിശ്രമ സ്ഥലങ്ങളും തോരണങ്ങളും എല്ലാം തന്നെ തയ്യാറാക്കി അതിന് ഓർഡർ കൊടുത്തു. നിങ്ങളെല്ലാവരും നിമിഷം കൊണ്ട് കാര്യങ്ങൾ നടത്തണം. എത്ര വേണമെങ്കിൽ സാധനങ്ങൾ എടുത്തോളൂ, ഒരുക്കിക്കോളൂ, എത്ര പേര് വേണമെങ്കിൽ പൊക്കോളൂ, എന്നോട് ഒരു മറുപടിയും പറയരുത്, എല്ലാം ഭംഗിയായിരിക്കണം, കണ്ടാൽ കണ്ണ് ചിന്നണം, ഹൃദയം കട്ടുകൊണ്ടു പോകാവുന്ന തരത്തിൽ വേണം സർവ്വ സൗകര്യങ്ങളും ചെയ്യാൻ എന്ന് പറഞ്ഞ് ഓർഡർ കൊടുത്ത് ആജ്ഞ കൊടുത്ത് സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ ആരംഭിച്ചു. താഃ സഭാഃ കേശവഃ സർവാഃ രത്നാനി വിവിധാനി ച. അവിടെ എത്രയെത്ര രത്നങ്ങളാണ് പതിച്ചിരിക്കണേന്നറിയോ? നവരത്നങ്ങളിൽ ഒരെണ്ണം കുറവില്ല. എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും അവിടെ പതിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഇതൊക്കെ എങ്ങനെ ചെയ്തു എന്ന് തോന്നും. രാജാക്കന്മാർക്ക് ചെയ്യാൻ പറ്റാത്തത് എന്താ? രാജാക്കന്മാർ അവർക്ക് വേണ്ടി വല്ല സൗകര്യങ്ങളോ ആജ്ഞകളോ നിർവഹിക്കുന്ന സമയത്ത് രാത്രിക്ക് 12 മണിക്കൂറൊന്നുമല്ല, ചിലപ്പോൾ 12 എന്നുള്ള 24 ആയി എന്ന് തോന്നും. അത്ര വേഗത്തിലാണ് കാര്യങ്ങൾ നടക്കുക. അസമീക്ഷൈവദാശാർഹ ഉപായാത് കുരു സത്മതേ. പക്ഷേ കാര്യം എന്തുണ്ടായി എന്നറിയോ? അതൊക്കെ കണ്ടാൽ കൃഷ്ണൻ അവിടെ നിന്ന് നല്ലോണം പോലെ 4 ഭാഗത്തും നോക്കും. ഓ, ഇത്ര കേമായിട്ടുണ്ടോ? ബലേ ഭേഷ്, ആരാ ഇത് ചെയ്തത്? ഇതിൻ്റെ പിന്നിലുള്ള കലാകാരൻ ആരാ? നിർമ്മാതാവ് ആരാ? ഏത് ആശാരിയാ? ഏത് കൽപ്പണിക്കാരനാ? ആരാ ചായം തേച്ചത് എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ചോദിക്കും, നോക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ഉണ്ടായതെന്താ? അസമീക്ഷൈവദാശാർഹ, ഒരു നോക്ക് കണ്ടുപോലും ഇല്ലാതെ. കൃഷ്ണൻ ഹസ്തിനാപുരത്തിലേക്ക് പോയത് എന്തിനാ? അവരുടെ ഈ കൈവേലകളൊക്കെ കണ്ട് രസിച്ച് പാണ്ഡവന്മാരോട് പോയി തിരിച്ചു പറയാനാ? ജ്യേഷ്ഠ യുധിഷ്ഠിര, ഞാൻ അവിടെ പോയി എന്താണ് കോലാഹലം, എനിക്ക് തോന്നി നിങ്ങൾ ആരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന്. അത്ര രമണീയമായി ആകർഷകമായി കണ്ണഞ്ചിപ്പിക്കുന്നതാണ് സർവ്വതും എന്ന് പറയാൻ പോവാന്നാണ് നിങ്ങൾ വിചാരിക്കണേ. കൃഷ്ണൻ ഇവിടെ വരുന്നത് ഒരു ദൗത്യം നിർവഹിക്കാനാണ്. ആ ദൗത്യ നിർവഹണത്തിൻ്റെ ഭാഗമല്ല ഇവിടെ ഒന്നും വിശ്രമിച്ച് ദുര്യോധനൻ ഒരുക്കിയിട്ടുള്ള സൗകര്യങ്ങൾ കണ്ട് രുചിച്ച് അനുഭവിച്ച് ആസ്വദിച്ച് മടങ്ങിപ്പോകുന്നത്. അതൊന്നുമല്ല നമുക്കിവിടെ ആവശ്യം. അദ്ദേഹം കാര്യമാത്ര പ്രസക്തമായിട്ടേ ഇവിടെ വന്ന് സംസാരിക്കാൻ പോകുന്നുള്ളൂ. അദ്ദേഹത്തിന് അറിയാം എന്താണ് സംഭവിക്കുക അവസാനം, പരിണത ഫലം. എന്നാലും നമ്മുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു നീക്കം ഉണ്ടായില്ല എന്ന് ആർക്കും തോന്നരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ വന്നത്. അപ്പം അദ്ദേഹത്തിന് ഇത് കാണുന്നതല്ല ആവശ്യം. അസമീക്ഷൈവദാശാർഹ, ഒന്നും നോക്കിയില്ല അത്രേ. അവിടെ ഒന്നുമില്ലാത്ത മാതിരി ഉപായാത് കുരു സത്മതത്. കൃഷ്ണൻ നേരെ കുരുക്കളുടെ സ്ഥാനത്തിലേക്ക് അങ്ങോട്ട് പോയി. കൃഷ്ണൻ പുറപ്പെട്ടു കഴിഞ്ഞു. എന്നിട്ട് ഇവർ ഒരുക്കിയിട്ടുള്ള സൗകര്യങ്ങളൊന്നും നോക്കാതെയാണ് കുരുക്കളുടെ സ്ഥാനത്തിലേക്ക് യാത്ര തുടർന്നത് എന്നുള്ള വർത്തമാനം അവർ അറിഞ്ഞു കഴിഞ്ഞു. എല്ലാവർക്കും ദൂതന്മാരുണ്ടല്ലോ കാര്യങ്ങൾ നടത്താൻ. ഈ വർത്തമാനങ്ങൾ അറിഞ്ഞ് അവർ ഉപപ്ലവ്യത്തിലെത്തി, അല്ല മൃഗസ്ഥലത്തിലെത്തി എന്ന് പറഞ്ഞ് ധൃതരാഷ്ട്രൻ വിദുരനോട് സംസാരിക്കുകയാണ്. കൃഷ്ണൻ ഉപപ്ലവ്യം വിട്ടു. ഇനിയിപ്പോൾ നമ്മുടെ രാജധാനിക്ക് വരികയാണ്, ഹസ്തിനാപുരത്തിലേക്ക്. അതുകൊണ്ട് എന്തു വേണം? എപ്പോഴാണ് ഇവിടെ എത്തുക? നാളെ രാവിലെയാണ് എത്തുക. നാളെ ഹസ്തിനാപുരത്തിലെത്തും. ഇപ്പോൾ മൃഗസ്ഥലം വിട്ടുകഴിഞ്ഞു എന്ന് കണ്ട് ധൃതരാഷ്ട്രൻ പറയുകയാണ്. ആരോട്? വിദുരനോട്. തസ്മൈ പൂജാം പ്രയോക്ഷ്യാമി ദാശാർഹായ മഹാത്മനെ പ്രത്യക്ഷം തവ ധർമ്മജ്ഞ താം മേ കഥയത ശൃണു. തസ്മൈ പൂജാം പ്രയോക്ഷ്യാമി ദാശാർഹായ മഹാത്മനെ പ്രത്യക്ഷം തവ ധർമ്മജ്ഞ താം മേ കഥയത ശൃണു.
നാളെ ഹസ്തിനാപുരത്തിൽ എത്തും എന്നാണല്ലോ പറഞ്ഞത്. ആ എത്തുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ഇനി ചെയ്യേണ്ടത്? വഴിയിൽ ഒരുക്കിയിട്ടുള്ള സാധനങ്ങളൊന്നും അദ്ദേഹം നോക്കിയില്ല എന്ന് പറഞ്ഞു. ഒരു പക്ഷേ വരണ്ട തിരക്കിലായിരിക്കാം. നമ്മളതിന് തെറ്റായിട്ടുള്ള അർത്ഥമൊന്നും കൽപ്പിക്കേണ്ട ആവശ്യമില്ല, അതങ്ങനെ പോട്ടെ. ഇനി ഇവിടെ വരുമ്പോഴാണല്ലോ നമ്മളായിട്ട് കാണലും നമ്മൾ സ്വീകരിക്കലുമെല്ലാം. ആ കാര്യത്തിൽ എങ്ങനെയൊക്കെ വേണം എന്നുള്ളത് ഞാൻ പറയാം എൻ്റെ മനസ്സിലുള്ളത് എന്ന്. തസ്മൈ പൂജാം പ്രയോക്ഷ്യാമി. വരുന്ന സമയത്ത് തക്കതായ പൂജയും സത്കാരവും ആദരവും മാനവും സ്വീകരണവും ഒക്കെ ഉണ്ടാവണം. ദാശാർഹായ മഹാത്മനെ. ആദ്യം പറഞ്ഞു സനാതനധർമ്മത്തിൻ്റെ മൂർത്തിമദ്ഭാവമാണെന്ന്. ഇപ്പോൾ പറയുന്നു മഹാത്മാവാണ് കൃഷ്ണൻ. മഹാത്മാവായിരിക്കുന്ന ദാശാർഹന് എന്തെല്ലാം പൂജയും സത്കാരമാവും ആണോ വേണ്ടത് അത് ഞാൻ പറയാം. പ്രത്യക്ഷം തവ ധർമ്മജ്ഞ താം മേ കഥയത ശൃണു. അപ്പോൾ ധൃതരാഷ്ട്ര മഹാരാജാവ് ഒരു നിലയ്ക്ക് വിതുരൻ സഹോദരനാണ്, ദാസീപുത്രനാണെങ്കിലും ഉപായപ്പെട്ട ആളല്ല. അറിവ് കൊണ്ട്, ഉള്ള ആഴം കൊണ്ട്, ദൂരവീക്ഷണം കൊണ്ട് വിതുരനെ പോലെ ആരുമില്ല ആ രാജധാനിയിൽ എന്ന് പറയാം. അപ്പോൾ ആ വിതുരൻ ധർമ്മജ്ഞനാണ്. ധർമ്മജ്ഞ എന്ന് അഭിസംബോധന ചെയ്യുന്നത്. നീതിയും ന്യായവും ധർമ്മവുമെല്ലാം നല്ലതുപോലെ അറിയുന്ന വിതുരനോട് ഞാൻ പറയുന്നത് നല്ലോണം കേൾക്കൂ. കേട്ടിട്ട് അതിലെന്തെങ്കിലും പോരായി ഉണ്ടെങ്കിൽ പോരായ, തെറ്റുണ്ടെങ്കിൽ തെറ്റ്, അത് പറഞ്ഞ് മനസ്സിലാക്കി തരണം. എനിക്കിങ്ങനെ സംസാരിക്കാൻ വേറെ ആരുമില്ല രാജധാനിയിൽ. എൻ്റെ കുട്ടികളോട് പറഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ടാണ് വിതുര താങ്കളോട് ഞാൻ പറയുന്നത്, അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കൂന്ന്. എന്തൊക്കെയാ? സ്വർണ്ണരഥം ഒരുക്കണം, ആന വേണം, ധാരാളം സുന്ദരിമാരെ കന്യകമാരായിട്ടുള്ളവരെ വേണ്ടതുപോലെ വേഷം കെട്ടിച്ചു കൊണ്ടുപോകണം, ദാസന്മാരും വേണം. അവരെത്ര ആളാണ് കൂടെ ഉണ്ടാവുക എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു 18,000 നല്ല മിനുസമുള്ള കമ്പിളികൾ വേണം. പിന്നെയോ ചീനദേശത്തിൽ നിന്ന് കൊണ്ടുവന്ന മാന്തോല് ചുരുങ്ങിയതൊരു 1000 എണ്ണം. കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ നിങ്ങൾ? എന്തിനാ കുറയ്ക്കണേ? ഇതെല്ലാം വേണം കൃഷ്ണനെ സ്വീകരിക്കാൻ. സ്വർണരഥം, ആന, സുന്ദരിമാർ, കന്യകമാർ, ദാസന്മാർ, കമ്പിളിയും മാന്തോലും എല്ലാം കൊണ്ടുപോകണം. രാവും പകലും തിളങ്ങുന്ന മണികളുണ്ട്, അത് നമ്മൾക്കുണ്ടല്ലോ, അത് പ്രത്യേകം തെരഞ്ഞെടുത്ത് കൊണ്ടുപോകണം. ദുര്യോധനാദികളെല്ലാം നല്ല വസ്ത്രം ധരിക്കണം. ആ സമയത്തിനും സന്ദർഭത്തിനും വരാൻ പോകുന്ന ആളാര്, നമ്മുടെ ഉദ്ദേശം എന്ത്, നിറത്തിന് വലിയ സ്വാധീനമാണല്ലോ. അപ്പം മനസ്സിന് പ്രീതികരമായിട്ടുള്ള വസ്ത്രങ്ങളാണ്, നിറങ്ങളുള്ള വസ്ത്രങ്ങളാണ് ഉടുക്കേണ്ടത്. ഇതെല്ലാം ധരിച്ചു വേണം സ്വാഗതം ചെയ്യാൻ. ഈ സ്വാഗതം നമ്മൾ രാജധാനിയിൽ മാത്രം ഒതുങ്ങിയിരുന്നാൽ പോരാ. നമ്മുടെ പട്ടണത്തിലുള്ള പട്ടണവാസികൾ മുഴുവൻ ഇതിൽ പങ്കെടുക്കണം. അതുകൊണ്ട് അതിനുവേണ്ടി എന്തെല്ലാം വിളംബരം വേണോ, സൗകര്യം വേണോ, അതെല്ലാം നിങ്ങൾ ചെയ്തു കൊടുക്കണം. എല്ലാവരും വരണം അവിടെ കൃഷ്ണനെ സ്വീകരിക്കാൻ. സസ്ത്രീ പുരുഷബാലം ച നഗരം മധുസൂദനം ഉദീക്ഷതാം മഹാത്മാനം ഭാനുമന്തമിവ പ്രജാഹ. ഇനി നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാലും ഈ പട്ടണവാസികളൊക്കെ പോവും. മധുരയ്ക്ക് പോയ സമയത്ത്, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ പോയ സമയത്ത് എന്തുണ്ടായി എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർക്ക് നല്ല പോലെ അറിയാം, ധൃതരാഷ്ട്രനേക്കാളും അറിയാം. അപ്പം ഇവിടെ നമ്മൾ മിണ്ടാതിരുന്നാലും പട്ടണവാസികളെല്ലാവരും കൃഷ്ണനെ കാണാൻ പോകും. അപ്പം നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് അവരെ പോകാൻ ഒരു പ്രോത്സാഹനം നൽകണം. എന്തെങ്കിലും സൗകര്യങ്ങൾ വേണമെങ്കിൽ അതും ചെയ്തു കൊടുക്കണം. ഒരാൾക്കും തടസ്സം ഉണ്ടാവരുത്. നമ്മുടെ രാജധാനിക്കാർ മാത്രം പോയി വേറെ ഒരാൾക്കും അവിടെ പ്രവേശനമില്ല എന്ന് പറഞ്ഞ് അവിടെ നമ്മുടെ ഇന്നത്തെ കാലത്ത് എങ്ങനെയാ, ഒരു മന്ത്രി വരുന്നുണ്ടെങ്കിൽ കാണാൻ പോവാന്ന് പറഞ്ഞാൽ എല്ലാവർക്കൊന്നും പോകാൻ പറ്റില്ല. പോലീസിൻ്റെ ഒരു ബഹളം അവിടെ. അങ്ങനെയൊന്നും ഉണ്ടാവരുതെന്ന്. പട്ടണവാസികൾ ആബാലവൃദ്ധം ഒരുമിച്ച് വരണം അവിടെ. അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം. എല്ലാവർക്കും സ്വാതന്ത്ര്യം തോന്നണം, സുരക്ഷ തോന്നണം, സൗകര്യം ഉണ്ടാവണം. ഞാൻ എന്ന് പറഞ്ഞ് അഹമഹമികയാ വന്നു ചേരണം സ്വാഗതത്തിന്. തോരണങ്ങളും പതാകകളും വേണ്ടത്ര നാട്ടിക്കോളൂ, ഒരു ലോപവും പാടില്ല. കൃഷ്ണൻ വരുന്ന സമയത്ത് എങ്ങനെയാ വരിക? രഥത്തിലാണല്ലോ വരിക. ആ വരുന്ന സമയത്ത് കുതിരകളുണ്ടാവും. 4 കുതിരകൾ മിനിമം ഉണ്ടാവും, അല്ല 5 ഉണ്ടോയെന്ന് അറിയില്ല. ആ കുതിരകളും ചക്രങ്ങളും എല്ലാം ഉണ്ട്. കുതിരകളുടെ കുളമ്പുകൾ, ചക്രന്റെ ഉരുളിച്ച, ഇതൊക്കെ കഴിഞ്ഞാൽ പൊടിപടലം ഇങ്ങനെ മുകളിലേക്ക് പരക്കും. അതുണ്ടാവരുത്. കൃഷ്ണന് വലിയ വിഷമ. മൂക്കിൽ പൂവും, കണ്ണിൽ പൂവും, ചെവിയിൽ പൂവും, വായിലും പൂവും, അതൊന്നും പാടില്ല. അതുകൊണ്ട് എന്ത് വേണം? ധാരാളം വെള്ളം തെളിച്ച് ഒരൊറ്റ പൊടി, ചെറിയ പൊടി പോലും കാറ്റിലേക്ക് ഉയരരുത്. അങ്ങനെ വെള്ളം തെളിച്ച് ഭംഗിയാക്കി ശരിയാക്കണം.
ദുശാസനസ്യ ച ഗൃഹം ദുര്യോധനഗൃഹാദ്വരം തദദ്യ ക്രിയതാം ക്ഷിപ്രം സുസമൃഷ്ടം അലങ്കൃതം. നമുക്കിവിടെ പല രാജധാനികളും ഉണ്ട്. ഓരോരുത്തർക്കുണ്ട് ഓരോ രാജധാനി. അതിൽ ദുശാസനൻ്റെ രാജധാനിയാണത്രേ കേമം, സൗകര്യവും മികവുമെല്ലാം കൂടുതൽ. ഓരോരുത്തർക്കും താമസിക്കാൻ ഓരോ ഗൃഹം ഉണ്ടാവും. ഇപ്പം 100-101 കുട്ടികളുണ്ട്. ഒരു പെൺകുട്ടിക്ക് കല്യാണം കഴിഞ്ഞ് പോയി, ബാക്കി 100 ആളുണ്ടല്ലോ. ആ 100 ആൾക്കും ഉണ്ട് അവരവരുടേതായ ഗൃഹം. അതിൽ ദുര്യോധനൻ, ദുശാസനൻ പലതരത്തിൽ. അതിൽ ദുശാസന ഗൃഹമാണത്രേ, അതാണത്രേ വരം, ശ്രേഷ്ഠം. ഏതിനേക്കാൾ? ദുശാസനസ്യ ച ഗൃഹം ദുര്യോധന ഗൃഹാദ്വരം. ദുര്യോധനൻ്റേതല്ല പാലസ് എന്നുള്ള നിലയ്ക്ക് കൂടുതൽ മികച്ചത്, മികവ് കൂടുതൽ ദുശാസന ഗൃഹത്തിലാണ്. തദദ്യ ക്രിയതാം ക്ഷിപ്രം സുസമൃഷ്ടം അലങ്കൃതം. എനിക്ക് പറയാനുള്ളത്, ആ ദുശാസനൻ്റെ വാസസ്ഥാനമുണ്ടല്ലോ, ആ രാജധാനി വേണം പ്രത്യേകം അലങ്കരിച്ച് സജ്ജമാക്കാൻ, കൃഷ്ണനെ വരവേൽക്കാനും താമസിപ്പിക്കാനും. ആര് പറയണു? ധൃതരാഷ്ട്രൻ. നല്ലോണം കേട്ടോളൂ. ദുശാസനസ്യ ച ഗൃഹം ദുര്യോധന ഗൃഹാദ്വരം തദദ്യ ക്രിയതാം ക്ഷിപ്രം. സമയമില്ല എന്നൊന്നും പറയരുത്, വേഗം കാര്യങ്ങൾ നടക്കണം. സുസമൃഷ്ടമലങ്കൃതം, സമൃഷ്ടമായി അലങ്കരിക്കണം. എന്തെല്ലാം വേണോ ഒരു ലോഭമില്ലാതെ എടുത്തോളൂ. ഖജാനയിൽ നിന്ന് എത്ര പണം ചെലവ് ചെയ്തു എന്ന് ഞാൻ ചോദിക്കാൻ പോണില്ല, ഇഷ്ടം പോലെ എടുത്തോളൂ. സർവമസ്മിൻ ഗൃഹേ രത്നം മമ ദുര്യോധനസ്യ ച യദ്യദർഹതി വാർഷ്ണേയഃ തത്തദേയം അസംശയം. രാജാക്കന്മാരാണെങ്കിൽ അവർക്ക് പലതരത്തിലും പല വസ്തുക്കളും അസുലഭമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ടാവും. അതിലേറ്റവും വിലപിടിച്ചുള്ളതും ചെറുത് സൂക്ഷിക്കാൻ പറ്റിയതുമായിട്ടുള്ളതാണ് രത്നം. ഇന്ത്യ രാജ്യത്തിൽ ഉണ്ടായിരുന്നല്ലോ കോഹിനൂർ എന്ന് പറഞ്ഞൊരു വലിയ ജ്വൽ, ഒരു രത്നം ഉണ്ടായിരുന്നല്ലോ. അത് ബ്രിട്ടീഷുകാർ കൊണ്ടുപോയി ഇപ്പോഴും അത് വെച്ചുകൊണ്ടിരിക്കുക, നമുക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ വിശേഷപ്പെട്ട ചില രത്നങ്ങളൊക്കെ ഉണ്ട്. ആ രത്നങ്ങൾ ദുര്യോധനൻ്റെ കൈവശവുമുണ്ട്, ധൃതരാഷ്ട്രൻ അച്ഛൻ്റെ കൈവശമുണ്ട്. ആ രത്നം എല്ലാം തന്നെ എടുത്തോളൂ. അത് ഭംഗിയായിട്ട് ഒരു സ്വർണ്ണ തളികയിൽ അതിന് പട്ടൊക്കെ വിരിച്ച് ഭംഗിയായിട്ട് അവിടെ എടുത്തു വയ്ക്കുക. അത് എടുത്തു വയ്ക്കുന്നത് എന്തിനാ? കൃഷ്ണൻ എന്തു വേണമെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോയിക്കോട്ടെ എന്നാ. തദദ്യ ക്രിയതാം ക്ഷിപ്രം സുസമൃഷ്ടമലങ്കൃതം സർവമസ്മിൻ ഗൃഹേ രത്നം മമ ദുര്യോധനസ്യ ച യദ്യദർഹതി വാർഷ്ണേയഃ. വാർഷ്ണേയന് വൃഷ്ടികുലജാതൻ, അദ്ദേഹത്തിന് എന്താണോ വേണമെന്ന് തോന്നിയ അതങ്ങോട്ട് കൊണ്ടുപോയിക്കോട്ടെ, ഒന്നും പറയണ്ട. ഇനി എല്ലാം കൊണ്ടുപോകാനാണോ ഇഷ്ടം, അതായിക്കോട്ടെ. തത്തദ്ദേയമസംശയം. ഈ കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാവരുത്. ഇനി അദ്ദേഹം എന്തെങ്കിലും എടുത്തു കൊണ്ടുപോകാൻ നിശ്ചയിച്ചു എന്നുണ്ടെങ്കിലോ, കേൾക്കുന്നുണ്ടോ നിങ്ങൾ? മനസ്സിൽ വിഷമവും തോന്നരുത്. ഇത് 10 എണ്ണം വെച്ചു, 2 എണ്ണം എടുക്കുള്ളൂ എന്ന് വിചാരിച്ചു, അദ്ദേഹം 8 എണ്ണം എടുത്തു എന്ന് മനസ്സിന് ആവലാതി തോന്നരുത്. കൃഷ്ണൻ ഇഷ്ടം എത്രയോ അത് മുഴുവനും കൊണ്ടുപോയിക്കോട്ടെ. ഇനി വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് കൊടുത്തോളൂ. വളരെ അസുലഭമായിട്ടുള്ള ഒരു സന്ദർഭമാണിത്. അതിൻ്റെ വിലയും നിലയും കണക്കാക്കി വേണം പെരുമാറാൻ. യദ്യദർഹതി വാർഷ്ണേയഃ തത്തദ്ദേയം അസംശയം. ഈ കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാവരുത് എന്ന്. ഇതാണ് എൻ്റെ പ്ലാൻ വിതുര. വിതുരൻ എന്താ അഭിപ്രായം എന്ന് ചോദിച്ചു അത്രേ. അപ്പോൾ വിതുരൻ പറയുക, ഞാനിത് എന്തിനാ പറയുന്നത്? ഭൂമാനന്ദ സ്വാമിജിക്ക് ഇത് പറയാൻ വലിയ ഇഷ്ടമാണ്. എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ, മനുഷ്യൻ്റെ പെരുമാറ്റ സംഹിതയാണ് നമ്മുടെ സ്മൃതി. ഒരു മനുഷ്യൻ്റെ മനസ്സ്, ആ മനസ്സ് തൊടുത്തു വിടുന്നതാണ് ചിന്തകൾ, വികാരങ്ങൾ, ഭാവങ്ങൾ, ആലോചനകൾ, യുക്തികൾ. ഇതൊക്കെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നതാണ്. അതനുസരിച്ചാണ് നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും സമ്പർക്കങ്ങളും ഉണ്ടാവുക. അപ്പം മനുഷ്യ മനസ്സിൽ എന്തെല്ലാം നടക്കാൻ പാടില്ല, ഇതൊക്കെ വെളിപ്പെടുത്തുന്നതാണ്. ധൃതരാഷ്ട്രൻ്റെ മനസ്സിൽ, അദ്ദേഹമാണല്ലോ മഹാരാജാവ്, അദ്ദേഹമാണല്ലോ നിശ്ചയിക്കേണ്ടത്. കൃഷ്ണൻ വരുന്ന സമയത്ത് എമ്മാതിരിയുള്ള സ്വീകരണം കൊടുക്കണം, എന്ത് സംസാരിക്കണം, എന്താകണം ഉദ്ദേശം, അതിനൊക്കെ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നത് അദ്ദേഹം. അപ്പോൾ ധൃതരാഷ്ട്രൻ്റെ മനസ്സ് എങ്ങനെ ചിന്തിച്ചു എന്നുള്ളത് നമ്മുടെ ശ്രോതാക്കൾ, നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവണം, അനുവാചകർക്ക് ഗ്രഹിക്കാൻ പറ്റണം. മനുഷ്യ മനസ്സ് ഇങ്ങനെയൊക്കെയാണ്. ഒരു കുടുംബത്തിൽ എത്ര പേരുണ്ടാവും? ഇന്നത്തെ ഒക്കെ ചെറു കുടുംബങ്ങളാണ്, 3-4 ആൾക്കാരുണ്ടാവും, അച്ഛനും അമ്മയും 2 കുട്ടികളും. ആ 4 പേർക്ക് 4 അഭിപ്രായമാവാം. 4 അഭിപ്രായമാണെങ്കിൽ ആ അഭിപ്രായങ്ങളെ സമന്വയിച്ചു കൊണ്ടുപോകുന്നതിലാണ് കുടുംബനാഥൻ്റെ മിടുക്കുള്ളത്. അപ്പം ആരും പ്രായമുപ്പ് വന്നാൽ അടക്കി നമുക്ക് ഭരിക്കാമെന്ന് വിചാരിക്കരുത്. ഞാൻ എപ്പോഴും കുട്ടികളെ വളർത്തുമ്പോൾ പറയും, കുട്ടികളോട് തന്നെ പറയണം, നിങ്ങളെ ഞങ്ങൾ വളർത്തി കൊണ്ടുവരുന്നു, ഈ സമയത്ത് നിങ്ങൾക്കൊരു സൂപ്പർവിഷൻ, ഒരു മേൽനോട്ടം ഞങ്ങൾ വഹിക്കുന്നുണ്ട്. വഹിച്ച് ഇതുവരെ
ഒരു 16, 15, 14 വയസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രായമൂപ്പിലേക്ക് ഇങ്ങനെ കിടന്നു ചെല്ലുക. ആ ചവിട്ടുപിടി ഓരോന്നായി കയറി തുടങ്ങി. ഒരു 18, 19, 20 വയസ്സാകുമ്പോഴേക്കും പ്രായമൂപ്പ് വന്നു. പ്രായമൂപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ കുട്ടികളല്ല, മുതിർന്നവരാ. ആ മുതിർന്നവരെ ഒരു നിലയ്ക്ക് സ്നേഹിതന്മാരെന്ന നിലയ്ക്ക് വിളിച്ച് സംസാരിക്കണം. അതെ, അച്ഛൻ്റെ മനസ്സിൽ ഇതൊക്കെയാണ് അഭിപ്രായം. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇതിലെന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ ചോദിച്ചാൽ, നല്ല പോലെ വളർന്ന കുട്ടികൾ അവരുടെ വളർച്ചയ്ക്കനുസരിച്ച് അഭിപ്രായം ഉണ്ടെങ്കിൽ പറയണം. അതിനുള്ള സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കണം. അവർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖം ചുളിയരുത്. നമ്മൾ എന്ത് ചെയ്യണതും നമ്മളെ മാത്രം ബാധിക്കുന്നതല്ല, ബാക്കിയുള്ളവരെയും ബാധിക്കുന്നതാണ്. ഇവിടെ കൃഷ്ണനാണ് വരണത്, പാണ്ഡവന്മാർക്ക് വേണ്ടിയിട്ടാണ് വരണത്. അദ്ദേഹത്തിന് സ്വയം യോഗ്യത എത്രയാണെന്ന് പറയാൻ പറ്റില്ല. അവിടുന്ന് അങ്ങോട്ട് പാണ്ഡവന്മാർ പറഞ്ഞു കൊടുത്തതും ഉണ്ടാവും. അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തിനെ സ്വീകരിക്കുന്ന സമയത്ത് നാം എന്ത് ചെയ്യുന്നുവോ പറയുന്നുവോ അത് വെറും രാജധാനിയിൽ ഒതുങ്ങി നിൽക്കും എന്ന് വിചാരിക്കരുത്. നമ്മുടെ പ്രജകൾ മുഴുവൻ അറിയാൻ പോണു. മാത്രമല്ല ധൃതരാഷ്ട്രൻ സംസാരിച്ചതും പെരുമാറിയതും എന്തു ചെയ്തു? ധൃതരാഷ്ട്രൻ്റെ തന്നെ അച്ഛൻ തപോനിധിയായിരിക്കുന്ന വ്യാസദേവൻ ഒരു ഇതിഹാസ രൂപേണ രചിച്ച് 5000 കൊല്ലം കഴിഞ്ഞതാണ് ഭൂമാനന്ദ സ്വാമിജി പ്രേക്ഷകരോട് പറയുന്നത്. അപ്പോൾ ഒരു രാജധാനിയിൽ നടക്കുന്ന കാര്യങ്ങൾ അവിടെ ഒതുങ്ങി നിൽക്കില്ല. അപ്പോൾ അവിടെയുള്ള അഭിപ്രായങ്ങളൊക്കെ നമുക്കറിയണം. ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി ഇതൊക്കെ ധൃതരാഷ്ട്രം കൊടുക്കണം എന്ന് വിചാരിച്ചു, കൊടുക്കണം എന്ന് പറയുകയും ചെയ്തു. ആ പറയുന്നത് വായ കൊണ്ട് പറഞ്ഞു, കാതുകൊണ്ട് കേട്ടു. വിദുരനോ അപ്പുറത്തിരുന്ന് ചില കാര്യങ്ങൾ പറയാനുണ്ട്, ശ്രദ്ധിച്ചോളൂ. നിങ്ങളൊക്കെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞാൽ പോരാ. അതിൻ്റെ ഇടയിൽ ഒരു മകൻ വന്ന് പറയാം. ഇപ്പോൾ വാജശ്രവസിൻ്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. നചികേതസിൻ്റെ അച്ഛൻ ഗംഭീരമായിട്ടൊരു യാഗം നടത്തി. അപ്പോൾ യാഗം എന്ന് പറഞ്ഞാൽ വൈദിക കർമ്മങ്ങളിൽ വെച്ച് മികച്ചതായി അങ്ങേ അറ്റത്താ, മകുട ചൂടാമണിയാ, തുമ്പത്തിരിക്കുന്നതാ. ആ യാഗം നടത്തുന്ന സമയത്ത് ഏറ്റവും വിശേഷപ്പെട്ട ഒരു സന്ദർഭമാണ് ദാനം കൊടുക്കൽ. അപ്പോൾ ദാനത്തിന് ഏറ്റവും വിലപിടിച്ചതും വരിഷ്ഠവുമായിട്ടുള്ള സാധനങ്ങൾ നിലം തൊടാതെ കൊണ്ടുവന്ന് മന്ത്രതന്ത്രങ്ങളോടുകൂടി വേദമന്ത്രങ്ങൾ പറഞ്ഞുകൊണ്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ വേദമന്ത്രങ്ങൾക്ക് എത്ര പവിത്രതയുണ്ടോ, ദിവ്യത്വമുണ്ടോ, അതനുസരിച്ച് ഒരു ദിവ്യ മനോഭാവത്തോടു കൂടി ആത്മാർത്ഥമായി ഏറ്റവും ഉന്നതവും ഉചിതവുമായിരിക്കുന്ന പദാർത്ഥങ്ങൾ അങ്ങേ അറ്റ സ്നേഹ മസൃണതയോടുകൂടി വിനയ സമന്വിതത്വത്തോടുകൂടി കൊടുക്കണം. അതിനിവിടെ അച്ഛൻ ചെയ്തതെന്താ? തൊഴുത്തിൽ ഉപയോഗശൂന്യമായിരിക്കുന്ന ഒറ്റക്കൊമ്പികളും 3 മലച്ചുകളെയൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കറവ പറ്റിയ പശുക്കളൊക്കെ. പറയണ മന്ത്രം ദിവ്യം, കൊടുക്കണ സാധനമോ ഒന്നിനും കൊള്ളാത്തത്. മകൻ മിണ്ടാതിരുന്നില്ല നചികേതസ്. അദ്ദേഹത്തിനത് സമ്മതമായില്ല. അച്ഛൻ്റെ അടുത്ത് പോയി പറഞ്ഞു, എന്നെ ആർക്കാ കൊടുക്കാൻ പോണേന്ന്. അപ്പോഴാണ് യമൻ്റെ അടുക്കിലേക്ക് പോകുന്നു പറഞ്ഞത്. അപ്പോൾ ആ കുട്ടി മിണ്ടാതിരുന്നോ? അച്ഛൻ ദുഷിച്ചാൽ മക്കൾ ദുഷിച്ചോളണമെന്നില്ല. അച്ഛൻ നല്ലവനായാൽ മക്കൾ നന്നാവണമെന്നുമില്ല. അവിടെയാണ് ഈ ഈശ്വര ഭക്തിയുടെ ആവശ്യം വരുന്നത്. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് നമ്മുടെ ജീവിതത്തിൽ സുരക്ഷിതത്വമുണ്ട്, എൻ്റെ കയ്യിൽ പണമുണ്ടെങ്കിൽ, സൗകര്യമുണ്ടെങ്കിൽ, എനിക്ക് കുറേ പഠിപ്പും യോഗ്യതയും ഉണ്ടെങ്കിൽ എന്ന്. ഉണ്ടാവുന്ന കുട്ടികൾക്ക് ഇത് മുഴുവൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പം നിങ്ങൾ പിഴച്ചാലും നിങ്ങളുടെ കുട്ടികൾ പിഴച്ചോളണമെന്നില്ല. നിങ്ങൾ നല്ലവരായാൽ കുട്ടികളും നന്നായിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. നന്നാവാനാണ് സാധ്യത. അപ്പോൾ എല്ലാ സമയവും നമ്മൾ വളരെ ആലോചിച്ച് വേണം പ്രവർത്തിക്കാൻ. അപ്പോൾ ധൃതരാഷ്ട്ര ചെയ്യണം എന്നുള്ള ഉദ്ദേശം ഒരു സമാന ഹൃദയനാണ്, സമവയസ്കനുമാണ് എന്ന് വിചാരിച്ച് വിതുരനോട് പറഞ്ഞു. വിതുരൻ പറയണത് കേൾക്കൂ. എന്തിനാ വ്യാസദേവൻ ഇതൊക്കെ പറയുന്നത്? നിങ്ങളും ഇതുപോലെ ചില സന്ദർഭങ്ങളിൽ ചിലരെ സത്കരിക്കാനും കൊടുക്കാനും സ്വീകരിക്കാനും ഒക്കെ പുറപ്പെടും. ആ പുറപ്പെടുന്നത് ഈ പുറംപൂച്ച് മാത്രമാണോ അതോ ഉള്ളിലുമുണ്ടോ ഈ കൊടുക്കുന്ന മനസ്ഥിതി എന്നുള്ള പരിശോധിച്ച് നോക്കണം. രുദ്രാക്ഷമാല കഴുത്തിലും മറ്റൊന്ന് മനസ്സിലും എന്ന് പറയും. അതുപോലെ ആയാൽ പറ്റില്ല. കഴുത്തിൽ രുദ്രാക്ഷമാല എല്ലാവർക്കും കൊണ്ടിടാൻ സാധിക്കും. മനസ്സും അതുപോലെ രുദ്രാക്ഷമായി തീരണമല്ലോ. അപ്പം വിതുരൻ അത് കേട്ടിട്ട് പറയുകയാണ്, ആ രാജധാനിയിൽ എത്ര ദാസീപുത്രനാണെങ്കിലും തൻ്റെ മനസ്സുകൊണ്ട് ചിന്തിച്ച് പറയാനുള്ള കാര്യങ്ങൾ വിതുരൻ ഒരിക്കലും അടക്കി വെച്ചിട്ടില്ല. അത് കേൾക്കാതെ ഇരുന്നു എന്നുള്ളത് ശരിയാ. കേൾക്കാതെ ഇരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് പറയാതെ ഇരുന്നിട്ടില്ല. അപ്പം വിതുരൻ അത് പറഞ്ഞ് വെളിപ്പെടുത്തുക. ഈ മഹാഭാരതം എന്താ? ഒരു ധർമ്മശാസ്ത്രം, ധർമ്മസ്മൃതിയാണ്. അപ്പം മഹാഭാരതത്തിൽ ഏത് രംഗം വായിക്കുമ്പോഴും
ഏത് പ്രവൃത്തി നമ്മൾ വിവരണം വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് ആ ധർമ്മബോധം വരണം.